ഹായ് എവരി വൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. നമ്മളിന്ന് സൈക്കോളജിയിൽ ആറ്റിറ്റ്യൂഡ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ആറ്റിറ്റ്യൂഡ് എന്ന പദം ഇന്ന് വളരെയധികം സുപരിചിതമാണ് അല്ലേ? നമുക്ക് ആറ്റിറ്റ്യൂഡ് ഇടുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ എന്താണ് ഈ ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഇതൊരു തിയറി എന്ന നിലയ്ക്കൊന്നും നമ്മൾ എടുത്ത് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ്, നമുക്ക് എല്ലാവർക്കും ഓരോ ആറ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലേ? എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം? ആറ്റിറ്റ്യൂഡിനെ എന്തൊക്കെയാണ് സ്വാധീനിക്കുന്നത്? നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ആറ്റിറ്റ്യൂഡ് എങ്ങനെ നമുക്ക് ഇംപ്ലിക്കേഷൻ നടത്താം? ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് ഞാൻ എടുത്തു വെക്കുകയാണ്. സൈക്കോളജിയിലെ എല്ലാ ടോപ്പിക്സും നമ്മുടെ റിയൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത സാധനങ്ങളാണ്. ഒരു പക്ഷേ അതിൻ്റെ തിയറീസ് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച കാര്യങ്ങളാണോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ഐഡിയ അതാണ്. ചില കാര്യങ്ങൾ നമുക്ക് പഠിച്ചില്ല എങ്കിൽ, ആ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചില്ല എങ്കിൽ നിർവചനങ്ങൾ മനസ്സിൽ കത്തില്ല. നമ്മൾ ജീവിതത്തോടെ എത്ര അടുത്ത് നിൽക്കുന്ന സംഗതിയാണ് എങ്കിലും അതിൻ്റെ നിർവചനങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ചു നോക്കാതെ നമ്മുടെ മനസ്സിലേക്ക് അത് പതിയില്ല. അത്തരം ടോപ്പിക്കിൽ ഒന്നാണ് ആറ്റിറ്റ്യൂഡ്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു തവണ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറക്കില്ല, അത് ഉറപ്പാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആറ്റിറ്റ്യൂഡ് ഈസ് എ ടെൻഡൻസി ടു ഇവാലുവേറ്റ് ആൻഡ് ജഡ്ജ് തിങ്സ് ഇൻ എ സർട്ടൺ വേ. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത രീതിയിൽ ഒരു കാര്യത്തെ ജഡ്ജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള നമ്മുടെ പ്രവണതയ്ക്കാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്ന് പുതിയ ടെക്നോളജീസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പുതിയ ടെക്നോളജീസ് വരുന്ന സമയത്ത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളുകളുണ്ടാകും, നെഗറ്റീവായിട്ട് എടുക്കുന്ന ആളുകളുണ്ടാകും. വളരെ കോമൺ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയാസ് തന്നെ നമുക്ക് എടുക്കാം. സോഷ്യൽ മീഡിയ അത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളുകളുണ്ടാകും, നെഗറ്റീവായിട്ട് എടുക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അയാളുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു തിങ്ങാണ്. ആ തിങ്ങിനെ അയാൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അത് പോസിറ്റീവാണ്, നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാനും സഹായിക്കുന്ന സംഗതിയാണ് എന്നൊരാൾ മനസ്സിലാക്കി ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അയാൾക്ക് ഫോം ചെയ്യുന്നു. ഇനി മറ്റു ചില ആളുകൾ സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് ദോഷവശങ്ങളുണ്ട്, ഒരുപാട് തട്ടിപ്പുകൾ നടക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ സമയത്തെയും നമ്മുടെ സ്വഭാവത്തെയും നശിപ്പിച്ചു കളയുന്നതാണ് എന്ന രീതിയിലാണ് അതിനെ ജഡ്ജ് ചെയ്യുന്നത് എങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു വസ്തുവിനെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നതിന് പറയുന്ന പേര് ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോ ആറ്റിറ്റ്യൂഡ് ഇല്ലേ? അത് തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലേൺഡ് റെസ്പോൺസ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പേഴ്സൺസ് ബിലീഫ്, ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ്. ഈ ആറ്റിറ്റ്യൂഡ് നമുക്ക് ജന്മനാ കിട്ടുന്ന സംഗതിയല്ല, അത് ഉറപ്പല്ലേ? ജനിക്കുമ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡായിട്ട് വരുന്ന ആളുകളല്ല. നമുക്ക് ആറ്റിറ്റ്യൂഡ് വരുന്നത് ലേൺഡ് പഠനത്തിലൂടെയാണ് കേട്ടോ. ഒരു ലേൺഡ് റെസ്പോൺസ് ആണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു ലേൺഡ് റെസ്പോൺസ് ആണ്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ പേഴ്സൺസ് ബിലീഫ്സ്, ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ അനുഭവം എന്നിവയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടായിത്തീരുന്ന ലേൺഡ് റെസ്പോൺസ് ആണ് കേട്ടോ. ലേൺഡ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇന്നേറ്റ് എന്ന് ഓർത്തിരിക്കുക. ജന്മനാ കിട്ടുന്നതല്ല ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ജന്മനാ കിട്ടുന്നതല്ല. മറിച്ച് നമ്മുടെ വിശ്വാസം, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ അനുഭവം, ഇതിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്നതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ എടുക്കാം. സോഷ്യൽ മീഡിയയെക്കുറിച്ച് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അയാൾക്ക് അയാളുടെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സുമായിട്ട് ഇപ്പോഴും റിലേഷൻസ് നിലനിർത്താൻ കഴിയുന്നുണ്ടാകാം, അല്ലെങ്കിൽ വളരെ കാലം മുന്നേ പരിചയപ്പെട്ട ആളുകളുമായിട്ട് ഇപ്പോഴും ഒരു വാം
ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ കഴിയുന്നുണ്ടാകാം. അതുകൊണ്ടാണ് അയാൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വന്നത്. ഇനി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് ഇല്ലാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ അവർക്കോ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കോ സോഷ്യൽ മീഡിയ കാരണമായിട്ട് എന്തെങ്കിലും ട്രാജഡി സംഭവിച്ചത് കൊണ്ടാകാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന്, ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാകാം ആറ്റിറ്റ്യൂഡ് വരുന്നത്. അല്ലെങ്കിൽ ബിലീഫ്, എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല, അയാൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു ചീത്ത സംഭവമാണ് എന്ന രീതിയിലോ മനസ്സിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു വിശ്വാസമായിരിക്കാം, ഇമോഷൻസ് ആയിരിക്കാം നമുക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ലേൺഡ് റെസ്പോൺസ് ആണ്, എന്തല്ല, ഇന്നേറ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. Then attitudes can be directed toward people, objects, events or ideas. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ആരുടെ മേലാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഒബ്ജക്ട്സിനോട് മാത്രമല്ല നമുക്ക് ആറ്റിറ്റ്യൂഡ് ഉള്ളത്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു തിങ്, ഒരു വസ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. അപ്പോൾ വസ്തുവിനോട് മാത്രമാണ് ആറ്റിറ്റ്യൂഡ്? അല്ല, ചില ആളുകളോട് നമുക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും, അല്ലേ? അപ്പോൾ ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡ് വളരെ വലുതായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ എക്സാമ്പിൾസ് പറയുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ എക്സാമ്പിൾസ് പറയാത്തത്. പണ്ട് കാലങ്ങളിൽ റേസസ് അനുസരിച്ച് അല്ലെങ്കിൽ കളേഴ്സ് അനുസരിച്ച് ആളുകളെ വേർതിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ബ്ലാക്ക് കളറിലുള്ള അമേരിക്കയിലേക്ക് വരുന്നത്, യൂറോപ്പിലൊക്കെയാണ് അത് കൂടുതലായിട്ട് വരുന്നത്. കളേഴ്സ് അനുസരിച്ച് അവൻ ഇങ്ങനെ ആയിരിക്കും എന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആളുകൾക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ അതേ ജെൻഡറിലോ റേസിലോ രാജ്യത്തോ ഉള്ള ആളുകളോട് നമുക്കൊരു പ്രത്യേക മനോഭാവം ഉണ്ടാകും, അല്ലെ? അവരോട് നമുക്ക് പ്രത്യേക ഒരു അടുപ്പം ഉണ്ടാകും. അതല്ലാത്ത ആളുകളോട്, പ്രത്യേകിച്ച് നമ്മുടെ ശത്രുക്കൾ എന്ന് മുദ്ര കുത്തപ്പെടുന്ന കുറച്ച് രാജ്യങ്ങളുണ്ടാവും. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിൽക്കുന്ന മിക്ക രാജ്യങ്ങളുമായിട്ട് നമുക്ക് ചെറിയ ക്ലാഷസ് ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, പ്രത്യേകിച്ച് ഈ 3 രാജ്യങ്ങളോട് നമുക്ക് മിക്കവാറും ക്ലാഷസ് പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, അല്ലേ? ശ്രീലങ്ക, അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളോട് നമുക്കൊരു ക്ലാഷ് ഉള്ളത് കൊണ്ട് തന്നെ ആ രാജ്യത്തിലുള്ള ആളുകളോട് നമുക്ക് ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. നമ്മളൊരു ശത്രുതാ മനോഭാവം അറിയാതെ തന്നെ നമുക്ക് ഉണ്ടാകും. പക്ഷെ അയാൾ നല്ല ആളായിരിക്കും, അല്ലേ? ആ രാജ്യത്തുള്ള എല്ലാ ആളുകളും മോശക്കാരായിരിക്കില്ല, എല്ലാവർക്കും ഇന്ത്യക്കാരോട് ശത്രുത ഉണ്ടായിരിക്കില്ല. എന്നിരുന്നാൽ കൂടിയും നാം എങ്ങനെയായിരിക്കും മൊത്തത്തിൽ അവരുടെ ദേശത്തിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടി കാണും. അതേപോലെ ചില സംഭവങ്ങളോടും ചില ഐഡിയാസിനോടും എല്ലാം ആറ്റിറ്റ്യൂഡ് വരും. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല സംഭവിക്കുന്നത്. നമുക്ക് ഒരാളോട് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു വ്യക്തിയോട്, ഒരു വസ്തുവിനോട്, സംഭവത്തോട്, ആശയത്തോട് എല്ലാം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അത് നിങ്ങൾ മറക്കാൻ പാടില്ല, മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന്. ഇനി ആറ്റിറ്റ്യൂഡിൻ്റെ കോമ്പണൻസ് അഥവാ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആറ്റിറ്റ്യൂഡിൽ പ്രധാനമായിട്ട് 3 കോമ്പണൻസ് ആണ് വരുന്നത് കേട്ടോ. 3 കോമ്പണൻസ് ആണ് വരുന്നത്. ഒന്ന് കോഗ്നിറ്റീവ് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ അതിലെ പാർട്സ് എന്ന രീതിയിലാണ് കേട്ടോ, പാർട്സ് എന്ന രീതിയിലാണ്. 1 കോഗ്നിറ്റീവ്, 2 അഫക്റ്റീവ്, 3 ബിഹേവിയറൽ. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺസ് ബിലീവ്സ് ഓർ നോളജ് അബൌട്ട് സംതിങ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു റിമോട്ടാണെന്ന് കരുതുക. ഈ റിമോട്ടിൽ എന്തൊക്കെയുണ്ട്? സ്വിച്ചസ് ഉണ്ട്, ഇതിനൊരു ബോഡി ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലേക്ക് തുറന്നു കഴിഞ്ഞാൽ ബാറ്ററീസ് എല്ലാം ഉണ്ടാകും, അതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ ഫംഗ്ഷനെ സഹായിക്കുന്ന തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടാകും. ഇതേപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നിർമ്മിച്ചിരിക്കുന്നത് ഈ 3 പാർട്സ് കൊണ്ടാണ്. ആറ്റിറ്റ്യൂഡിന് 3 പാർട്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം കോഗ്നിറ്റീവാണ്. കോഗ്നിറ്റീവിലാണ് നമ്മുടെ അറിവ് നിൽക്കുന്നത്. ഈ കോഗ്നിറ്റീവ് എന്ന പേര് സൈക്കോളജിയിൽ എവിടെ കണ്ടാലും, സൈക്കോളജിയിലല്ല, നിങ്ങൾ എവിടെ കോഗ്നിറ്റീവ് കണ്ടാലും മനസ്സിലാക്കുക, മെന്റൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കോഗ്നിറ്റീവ് എന്ന് നമ്മൾ പറയുന്നത്. മെന്റൽ പ്രോസസ്സ് അഥവാ മാനസിക പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നമ്മൾ കോഗ്നിറ്റീവ് എന്ന് പറയുക. അപ്പോൾ ഒരു വ്യക്തിയുടെ വിശ്വാസം, ഒരു വ്യക്തിയുടെ അറിവ്, ഇതെല്ലാം കോഗ്നിറ്റീവ് ആണല്ലോ. നമ്മുടെ അറിവ്, വിശ്വാസം എല്ലാം നമ്മുടെ മാനസിക പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ കോഗ്നിറ്റീവ് എലമെൻ്റ് ഉണ്ടാവും, അല്ലേ? അഥവാ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണമെങ്കിൽ അവിടെ വിശ്വാസവും അറിവും ഒരു ഭാഗത്തുണ്ടാവും. ദെൻ അഫക്റ്റീവ് കോമ്പണൻറ്റ്. അഫക്റ്റീവ് എന്ന ടേം സൈക്കോളജിയിൽ കണ്ടാൽ അത് ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പഠിച്ചു വെക്കുക. ഇമോഷണൽ കേട്ടോ.
അപ്പോൾ എ പേഴ്സൺസ് ഇമോഷണൽ റെസ്പോൺസ് ടു സംതിങ്. ആറ്റിറ്റ്യൂഡിൽ ഒരു ഇമോഷണൽ സൈഡ് ഉണ്ട് അല്ലേ. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് അയാളോട് വെറുപ്പ്, വിദ്വേഷം, ദേഷ്യം എന്നീ ഇമോഷൻസ് ആണ് റെസ്പോൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഇമോഷണൽ റെസ്പോൺസും ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഭാഗമാണ്. ദെൻ ബിഹേവിയറൽ, അത് പറയേണ്ട ആവശ്യമില്ല, പെരുമാറ്റമാണ്. ദ എഫക്റ്റ് ഓഫ് ദ ആറ്റിറ്റ്യൂഡ് ഓൺ ബിഹേവിയർ. ഈ ആറ്റിറ്റ്യൂഡ് കാരണമായിട്ട് നമ്മിൽ നിന്നുണ്ടാകുന്ന സ്വഭാവം. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ കൂടി ചേർന്നതാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡിൽ എന്തുണ്ടാകും? നമ്മുടെ ഒരു വിശ്വാസവും അറിവും അഥവാ കോഗ്നിറ്റീവ് എലമെൻ്റ് ഉണ്ടാകും. ദെൻ ആറ്റിറ്റ്യൂഡിൽ വികാരമുണ്ട് അല്ലേ. നമുക്കതിനോട് ചിലപ്പോൾ മൃദു സമീപനമായിരിക്കും, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഹാർഷ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ബിഹേവിയറൽ. ഓക്കെ അല്ലേ. ആറ്റിറ്റ്യൂഡ് കാരണമായിട്ട് നമ്മുടെ സ്വഭാവം ഒരു പ്രത്യേക രീതിയിലേക്ക് മാറുന്നു, ഒരു പെരുമാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഇത് 3 ആറ്റിറ്റ്യൂഡിൻ്റെ 3 കോമ്പണൻസ്. നമുക്ക് ABC എന്നോർക്കാം. A ഫോർ അഫക്റ്റീവ്, B ഫോർ ബിഹേവിയറൽ, C ഫോർ കോഗ്നിറ്റീവ്. അങ്ങനെ ABC. ഇത് 3 ആറ്റിറ്റ്യൂഡിൻ്റെ പ്രധാനപ്പെട്ട 3 കോമ്പണൻസ്. ദെൻ ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് പല തരത്തിലുണ്ട് അല്ലേ. ആറ്റിറ്റ്യൂഡ് നമുക്ക് ഒരു നിശ്ചിത തരം എന്ന് പറഞ്ഞ് കൃത്യമായിട്ടൊന്നും എണ്ണി തീർക്കാൻ കഴിയുമില്ല എങ്കിലും പ്രധാനമായി നമ്മൾ ഈ പറയുന്ന 3 ടൈപ്സ് ആയിട്ട് നമുക്ക് ആറ്റിറ്റ്യൂഡിനെ വേർതിരിക്കാം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനോട് നമുക്കുള്ളത് ഒരു മൃദു സമീപനമായിരിക്കും. പോസിറ്റീവായിട്ടുള്ള ഗുഡ് ആയിട്ടുള്ള സമീപനമായിരിക്കും. സോ എ മൈൻഡ് സെറ്റ് ദാറ്റ് ഫോക്കസ് ഓൺ ദ ഗുഡ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ്സ് ഇൻ ലൈഫ് റാദർ ദാൻ ദ നെഗറ്റീവ്. നെഗറ്റീവ് സൈഡിലേക്ക് നോക്കാതെ പോസിറ്റീവ് ആസ്പെക്റ്റിലേക്ക്, ഒരു കാര്യത്തിൻ്റെ നല്ല വശത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആകുന്നു. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് അവൻ്റെ നല്ല വശങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആകുന്നു എങ്കിൽ അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ നമുക്ക് ന്യൂ ജെന്നിനെ തന്നെ എടുക്കാം. ന്യൂ ജനറേഷൻ, ഇപ്പോൾ ആൽഫ ബീറ്റ ജനറേഷനൊക്കെ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ജനറേഷൻസിനെ നോക്കുന്ന സമയത്ത് ജനറേഷൻസിനെ പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ഈ ജനറേഷൻസ് തമ്മിലുള്ള അടിയാണ് അല്ലേ. മില്ലേനിയവും അതേപോലെ ആൽഫയും ബീറ്റയൊക്കെ തമ്മിൽ അടിയാണ്. അപ്പോൾ ചില ആളുകൾക്ക് പുതിയ ജനറേഷൻസിനോട് സമ്പൂർണ്ണ പുച്ഛമായിരിക്കും അല്ലേ. അപ്പോൾ ചില ആളുകൾ അങ്ങനെയല്ല, അവർ പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ടാവും. ഇപ്പോഴത്തെ ജനറേഷന് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. എല്ലാ ജനറേഷനും പോസിറ്റീവും നെഗറ്റീവും ഉള്ളതുപോലെ തന്നെ പുതിയ ജനറേഷൻസിനും അതുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് കണ്ടാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇനി നേരെ ഇവരെ കൊണ്ട് ഒന്നിനും കഴിയില്ല, സാമൂഹിക പ്രാവീണ്യം അഥവാ സോഷ്യൽ സ്കിൽസ് പുതിയ ജനറേഷന് കുറവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ റിയാലിറ്റിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സോ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, എ ഫീലിംഗ് ഓർ മാനർ ദാറ്റ് ഈസ് നോട്ട് കൺസ്ട്രക്റ്റീവ്, കോപ്പറേറ്റീവ് ഓർ ഒപ്റ്റിമിസ്റ്റിക്. നമുക്കൊരു വസ്തുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരാളെക്കുറിച്ചുള്ള സമീപനം അത് കൺസ്ട്രക്റ്റീവ് അല്ല. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിർമ്മാണാത്മകമല്ല, അഥവാ അയാളുടെ കാര്യങ്ങളെ കൂടുതൽ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ, വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് അല്ല എങ്കിൽ, സഹകരണ മനോഭാവമല്ല എങ്കിൽ, കോപ്പറേറ്റീവ് അല്ല എങ്കിൽ, ഒപ്റ്റിമിസ്റ്റിക് അല്ല എങ്കിൽ അതിനെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആളെക്കുറിച്ച് നമുക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് എങ്കിൽ അയാൾ വളർന്നു വരുന്നത് നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അയാൾ എങ്ങനെയെങ്കിലും ഇല്ലാതായി പോകണം എന്നായിരിക്കും ഒരാൾ ആഗ്രഹിക്കുക. അഥവാ ഡിസ്ട്രക്റ്റീവ് ആയിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുക, അയാൾ നശിച്ചു പോകണം എന്ന രീതിയിലായിരിക്കും. ദെൻ കോപ്പറേറ്റീവ്, നമ്മൾ അയാളായിട്ട് സഹകരിക്കില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് നമ്മൾ സഹകരിക്കില്ലല്ലോ, സഹകരണം ഉണ്ടാവില്ല, ശുഭാപ്തി വിശ്വാസം ഉണ്ടാവില്ല. അഥവാ അയാൾ എന്തെങ്കിലും ചെയ്താൽ അത് ശരിയാകില്ല എന്ന മനോഭാവത്തിലാണ് വരിക. നിങ്ങൾ മിക്കവാറും വർക്ക് ചെയ്യുന്ന സമയത്ത് ചില വ്യക്തികളോട് നിങ്ങൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങളത് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ആ സമയത്ത് നിങ്ങൾക്കിത് ക്ലിയർ ആവും. ഓക്കെ അല്ലേ. ദെൻ മൂന്നാമത്തെ ടൈപ്പാണ് എംഫത്തറ്റിക് ആറ്റിറ്റ്യൂഡ്. എംഫത്തറ്റിക് എന്ന് പറയുമ്പോൾ സഹതാപം അല്ലെങ്കിൽ അനുതാപം എന്നൊക്കെ നമുക്ക് പറയാം. നാം മറ്റൊരാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുന്നതിനാണ് എംപതി എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഫീലിങ്സ് ഉള്ളതുപോലെ തന്നെ മറ്റൊരാൾക്കും ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ അയാളുടെ ഫീലിങ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് എംപതി എന്ന് പറയുന്നത്. സോ എംഫത്തിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വികാരത്തെ നമ്മൾ മനസ്സിലാക്കുക. നമുക്കുള്ളത് പോലെ തന്നെയാണ് അയാൾക്കും അത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ റോഡരികിൽ
ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ഈ അടുത്ത ദിവസം ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നതിന് ഏകദേശം 2-3 ദിവസം മുന്നേ ഒരു സംഭവം നടന്നിട്ടുണ്ട്. റോഡ് സൈഡിൽ ഒരു സ്ത്രീ ഫിക്സ് വന്ന് വീഴുന്നു. അപ്പോൾ അത് കണ്ടിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത് അവിടെ റൂട്ടിൽ പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ്. ആ ഒരു സ്ത്രീയെ ആ ബസ്സിൽ കയറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിലാക്കിയതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അയാളിൽ അവിടെ വർക്ക് ചെയ്തത് എംഫത്തറ്റിക് ആറ്റിറ്റ്യൂഡാണ്. എംഫത്തറ്റിക് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതേപോലെ നമുക്കും തോന്നുന്നുണ്ടാകാം, മിക്കവാറും നമ്മുടെ റോളിലുള്ള അതേ ആളുകളെ കാണുമ്പോഴായിരിക്കും നമുക്ക് എംപതി വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു അമ്മയാണ് എങ്കിൽ മറ്റൊരമ്മ സ്ട്രഗിൾ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഒരു വേദന സ്വാഭാവികമായിട്ടുണ്ടാകും, അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ ഒരു മകളുടെ റോളിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് അതേ ഒരു സിറ്റുവേഷനിൽ ഒരാൾ സ്ട്രഗിൾ ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ എംപതി പെട്ടെന്ന് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളോടാണ് പെട്ടെന്ന് ഈ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നത്. സോ മറ്റൊരാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനും അത് ഷെയർ ചെയ്യാനുമുള്ള കഴിവാണ് എംഫത്തറ്റിക് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് 3 തരത്തിൽ: പോസിറ്റീവ്, നെഗറ്റീവ്, എംഫത്തറ്റിക്. ഓക്കെ അല്ലേ? സോ ഇത് നമുക്ക് പെൻ എന്ന രീതിയിൽ ഓർക്കാം. പെൻ, കേട്ടോ? ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് പെൻ. പി ഫോർ പോസിറ്റീവ്, ദെൻ ഇ ഫോർ എംഫത്തറ്റിക്, എൻ ഫോർ നെഗറ്റീവ്. അങ്ങനെ പെൻ എന്ന രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? അപ്പോൾ കോമ്പണൻസ് പഠിക്കാൻ നമ്മൾ ABC എന്ന കോഡ് പഠിച്ചു. ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് പഠിക്കാൻ നമ്മൾ പെൻ എന്ന കോഡും പഠിച്ചു. അപ്പോൾ ആദ്യം നിങ്ങൾ വിഷയം പഠിക്കുക, എന്നിട്ട് അത് ഓർത്തിരിക്കാൻ മാത്രം കോഡ് യൂസ് ചെയ്യുക, കേട്ടോ? കോഡ് മാത്രം പഠിച്ചു വെച്ചാൽ അവസാന എക്സാമിൻ്റെ സമയത്ത് കോഡ് മാത്രം ഓർമ്മ ഉണ്ടാവും, ആ കോഡിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് ഓർമ്മയുണ്ടാവില്ല. സോ ആറ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡിൻ്റെ കോമ്പണൻസും അതിൻ്റെ ടൈപ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആറ്റിറ്റ്യൂഡിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ നാച്ചർ, അതിൻ്റെ പ്രകൃതം, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടതിൽ നിന്ന് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന്, ആറ്റിറ്റ്യൂഡ്സ് ആർ നോട്ട് ഇന്നേറ്റ്. ജന്മനാ കിട്ടുന്നതല്ല. നമ്മൾ പറഞ്ഞു അത് രൂപപ്പെട്ടു വരുന്നതാണ്, അല്ലെങ്കിൽ പഠിക്കുന്നതാണ്. അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ അറിവുകളിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് ആറ്റിറ്റ്യൂഡ്. ദെൻ ആറ്റിറ്റ്യൂഡ് ആർ മോർ ഓർ ലെസ് ലാസ്റ്റിംഗ്. ആറ്റിറ്റ്യൂഡ് ഒരുപാട് കാലം നീണ്ടു നിൽക്കാനും അല്ലെങ്കിൽ വളരെ കുറച്ച് കാലം നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്, അല്ലെ? ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരാൻ പോസിബിലിറ്റി ഉണ്ട്, കേട്ടോ? ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകാൻ പോസിബിലിറ്റി ഉണ്ട്. ദെൻ ആറ്റിറ്റ്യൂഡ്സ് ഇംപ്ലൈ എ സബ്ജക്ട് ഒബ്ജക്ട് റിലേഷൻഷിപ്പ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വസ്തുവിനോട് ഉള്ള ഒരു ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലേ? നാം ആ ഒരു വസ്തുവിനെ എങ്ങനെ കാണുന്നു, ആ ഒരു വ്യക്തിയെ എങ്ങനെ കാണുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആറ്റിറ്റ്യൂഡ്, അല്ലേ? അപ്പോൾ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകുന്നത് ഒരു വ്യക്തിയോടോ ഒരു ഫീലിങ്സിനോടോ ഒരു ഒബ്ജക്റ്റിനോടോ ഒരു ഇമോഷനോടോ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വേണം. അപ്പോൾ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് റിലേഷൻഷിപ്പിലേക്ക് ബന്ധപ്പെട്ടതാണ് ആറ്റിറ്റ്യൂഡ്. ദെൻ ആറ്റിറ്റ്യൂഡ്സ് ആർ റിലേറ്റഡ് ടു ഇമേജസ്, തോട്ട്സ് ആൻഡ് എക്സ്റ്റേണൽ ഒബ്ജക്റ്റ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഒരു ഇമേജിനോട് അല്ലെങ്കിൽ ഒരു ചിന്താധാരയോട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒബ്ജക്റ്റിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഒരു സബ്ജക്റ്റ് ഒബ്ജക്റ്റ് റിലേഷൻഷിപ്പിനേക്കുള്ള സൂചനയാണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളാണ്. നമുക്ക് ഒരു ഒബ്ജക്റ്റിനോട്, ആ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്തുമാകാം, അതിനോടുള്ള ബന്ധത്തെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വിശദീകരണമാണ്. ആ ഒരു ഒബ്ജക്റ്റ് ആരാകാം? ഒരു ഇമേജ് ആകാം, ഒരു തോട്ട് ആകാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഏതും ആകാം. ഓക്കെ അല്ലേ? ദെൻ ആറ്റിറ്റ്യൂഡ്സ് ഗൈഡ് ദ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ വൺ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ആറ്റിറ്റ്യൂഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവം വർക്ക് ചെയ്യും. സോ നമ്മുടെ സ്വഭാവം എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ മാറ്റം വരുന്നു എന്നുള്ളത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ ആറ്റിറ്റ്യൂഡ്സ് ഗൈഡ് ദ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ വൺ പെർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആണ് എങ്കിൽ നമ്മുടെ സ്വഭാവം പോസിറ്റീവ് ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ പെരുമാറ്റം നെഗറ്റീവ് ആയിരിക്കും. എംഫത്തറ്റിക് ആണെങ്കിൽ നമ്മുടെ ആ ഒരു പെരുമാറ്റം എംപതി നിറഞ്ഞ ഒരു പെരുമാറ്റം ആയിരിക്കും. ഓക്കെ അല്ലേ? ദെൻ വേരിയസ് കൈൻഡ്സ് ഓഫ് അഫക്റ്റീവ് എക്സ്പീരിയൻസ് ആർ ആൾസോ അറ്റാച്ച്ഡ് ടു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട അഫക്റ്റീവ് എക്സ്പീരിയൻസ് അഥവാ ഇമോഷണൽ എക്സ്പീരിയൻസസ് ഉണ്ടാകും. നമ്മൾ പറഞ്ഞു ആറ്റിറ്റ്യൂഡിൻ്റെ 3 കോമ്പണൻസ് ABC എന്ന് പറഞ്ഞ സമയത്ത് അതിലെ A അഫക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇമോഷൻസ് നന്നായിട്ട് വർക്ക് ചെയ്യും. ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്ന സമയത്ത് ഇമോഷൻസ് നന്നായിട്ട് വർക്ക് ചെയ്യും. ആ ഇമോഷൻസ് ഒന്നെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ്, സ്നേഹം, ദയ, അലിവ് എന്നതുപോലെ കൈൻഡ്നസ് പോലുള്ള പോസിറ്റീവ് ആകാം,
അല്ലെങ്കിൽ നെഗറ്റീവ്, ദേഷ്യം, ഡിസ്കസ്ഡ്, ഫിയർ പോലുള്ള നെഗറ്റീവ് ഇമോഷൻസും ആകാം. ദെൻ ദ അൺകോൺഷ്യസ് മോട്ടീവ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ ക്രിയേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് നിർമ്മിക്കുന്നതിൽ അവിടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടിവേഷൻ പറയുന്ന സമയത്ത്, മോട്ടിവേഷൻ എന്ന പേരിൽ തന്നെ നമ്മൾ മോട്ടിവേഷൻ നമ്മൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ മോട്ടീവ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിലേക്ക് പോകും കേട്ടോ. അപ്പോൾ മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു ഊർജം തന്നെയാണ്, ആ ഒരു ഇന്നർ ഫോഴ്സ് തന്നെയാണ് മോട്ടീവ്. അപ്പോൾ ഒരു അൺകോൺഷ്യസ് മോട്ടീവ്, നമ്മൾ അറിയാതെ തന്നെ ഉള്ള ഒരു മോട്ടീവ് നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാകും. അത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിർമ്മിക്കുന്നതിലെ ഏറ്റവും പ്രധാന ഘടകമാണ്, അൺകോൺഷ്യസ് മോട്ടീവ് അല്ലേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നാം ശത്രുക്കൾ എന്ന് ധരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും. അത് നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് രൂപപ്പെട്ടു വരുന്നൊരു സാധനമാണ്. നമ്മൾ ജീവിക്കുന്ന ആ ഒരു കൾച്ചർ, നമ്മുടെ രാജ്യം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ പരിസ്ഥിതി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പോസിറ്റീവായിട്ട് അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ചില ആളുകളുണ്ടാകും. ഇപ്പം നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് ഇന്ത്യക്കാരോട് പ്രത്യേക താല്പര്യമായിരിക്കും, മലയാളികളായതുകൊണ്ട് നമുക്ക് മലയാളികളോട് പ്രത്യേക താല്പര്യം ഉണ്ടാകും. അത് അവിടെ അൺകോൺഷ്യസ് മോട്ടീവായിട്ട് വന്നതാണ്. അപ്പോൾ അൺകോൺഷ്യസ് മോട്ടീവ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നിർമ്മിക്കുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ആണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സോ നമുക്ക് അറിയാം, നമ്മൾ ചില സമയത്ത് പറയാറുണ്ട്, എനിക്ക് എന്താണെന്നറിയില്ല, അവനെ കാണുന്നതേ ദേഷ്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ? അതിനർത്ഥം എന്താണ്? അവിടെ ഒരു അൺകോൺഷ്യസ് മോട്ടീവ് വർക്ക് ചെയ്യുന്നു. അൺകോൺഷ്യസ് മോട്ടീവ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എനിക്ക് എന്തുകൊണ്ട് അവനോട് ഒരു ദേഷ്യം തോന്നുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അവനോടോ അവളോടോ ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്തോ ഒരു അൺകോൺഷ്യസ് മോട്ടീവ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടന്ന് അലട്ടുന്നുണ്ട് എന്ന്. ദെൻ ആറ്റിറ്റ്യൂഡ്സ് ആർ റിലേറ്റഡ് ടു ദ പേഴ്സൺസ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. ആറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അല്ലെ. നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആകും. നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആറ്റിറ്റ്യൂഡ് നെഗറ്റീവായിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ചില ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അല്ലേ. നിങ്ങളുടെ ജോലി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് ആലോചിച്ച് നോക്കിയേ, ചില കാര്യങ്ങൾ രക്ഷപ്പെട്ടു, ഇതാണ് ഇന്നത്തെ ടാസ്ക്, എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് ടാസ്ക് ആയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. എല്ലാ ജോലിയിലും അങ്ങനെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് വരുന്ന ആറ്റിറ്റ്യൂഡ് നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആറ്റിറ്റ്യൂഡ് എന്നതുകൂടി മനസ്സിലാക്കുക. ക്ലിയർ ആയോ? ദെൻ അടുത്തതോ ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞത് ആറ്റിറ്റ്യൂഡ് ഉണ്ടായി വരുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്, ജന്മന കിട്ടുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതേസമയം തന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചില കാര്യങ്ങൾ നാം ഏത് കൾച്ചറിൽ നിൽക്കുന്നു, ഏത് രാജ്യത്ത് നിൽക്കുന്നു, അതനുസരിച്ച് ചിലതിനോട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായി തീരും എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതിനർത്ഥം എന്താ? നാം ഏത് കുടുംബത്തിലാണ് ജനിച്ചത്, നമ്മുടെ പാരമ്പര്യം എന്താണ്, അത് ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ്. മനസ്സിലായപ്പോൾ നമ്മൾ അറിയാതെ തന്നെ മിക്കവാറും നമ്മുടെ അൺകോൺഷ്യസ് മോട്ടീവായിട്ട് വരുന്നത് ഈ ഫാമിലിയിൽ നിന്ന്, നമ്മുടെ കൾച്ചറിൽ നിന്ന്, നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മളിലേക്ക് പകർന്നു വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഹെറിഡിറ്റി, നമ്മുടെ പാരമ്പര്യം മേ ഓൺലി പ്ലേ എ സ്മോൾ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യിപ്പിക്കുന്നതിൽ വളരെ ചെറിയൊരു പങ്ക് മാത്രമേ പാരമ്പര്യത്തിനുള്ളൂ. It is mainly the environmental factors that are responsible for development of attitude. നമ്മുടെ ആറ്റിറ്റ്യൂഡ് വികസിച്ച് വരുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് നമ്മുടെ പരിസരമാണ്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു താഴ്വഴി വരുന്ന ആറ്റിറ്റ്യൂഡ് വളരെ കുറവാണ്. എന്നാൽ നമ്മുടെ പരിസരത്തിൽ നിന്ന് വരുന്ന ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ശക്തമായത്. സോ ആറ്റിറ്റ്യൂഡ്സ് ആർ ഫോംഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് വാണ്ട്സ്, ഇൻഫർമേഷൻ, ഗ്രൂപ്പ് അഫിലിയേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മുടെ ആവശ്യം, നമ്മുടെ അറിവ്, അതേപോലെ നാം ഏത് ഗ്രൂപ്പിലാണോ, അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള
നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെയാണ്. ഇന്ത്യക്കാരാകുന്ന സമയത്ത് ഇന്ത്യക്കാരോട് പ്രത്യേക താല്പര്യം, മലയാളി ആയതുകൊണ്ട് മലയാളികളോട് പ്രത്യേക താല്പര്യം. അപ്പോൾ ഗ്രൂപ്പ് ആഫിലിയേഷൻ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഇടയിൽ വരുന്ന അഫിലിയേഷൻ, അടുപ്പം, ഈ ഒരു അടുപ്പം, അതേപോലെ നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ വികാസം, നാം ചെയ്യേണ്ട ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് നമുക്കുണ്ടാക്കുന്ന ആറ്റിറ്റ്യൂഡ് അല്ലേ. ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതേ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളെയും പ്രോസസ്സിനെയും വളരെ ഇഷ്ടമായിരിക്കും, അതിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വളരെ താല്പര്യമായിരിക്കും. മനസ്സിലായോ? ഇനി ഈ മെഡിക്കൽ ഫീൽഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷസ് ഉണ്ടാകാനും സാധ്യതയുണ്ടാവും. അലോപ്പതി മെഡിസിനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ മറ്റൊരു നോൺ അലോപ്പതിക് മെഡിസിൻസ് കാണുന്ന സമയത്ത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക കേട്ടോ, ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വികസിച്ച് വരുന്നതിനനുസരിച്ചും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നു. സോ ആറ്റിറ്റ്യൂഡ് പാരമ്പര്യമായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഹെറിഡിറ്റി നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ സ്വാധീനിക്കുക വളരെ വിരളമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫോഴ്സ് കുറവാണ്. ദെൻ ഫാമിലി ഈസ് ദ ഫസ്റ്റ് പ്ലേസ് ഫോർ ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. ആറ്റിറ്റ്യൂഡ് നിർമ്മിച്ചെടുക്കുന്നതിൽ ഒന്നാം സ്ഥാനമുള്ളത് നമ്മുടെ കുടുംബത്തിനാണ്. പാരൻസ് ആർ എക്സീഡിംഗ്ലി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. ദേ കൺട്രോൾ റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ്. സോ നമ്മുടെ പാരൻസ് അവരാണ് ആദ്യമായിട്ട് നമുക്ക് ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നത്. അവർ നൽകുന്ന പാരിതോഷികം, റിവാർഡ്സ്, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പാരൻസ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലേ. നമുക്ക് ഒരുപക്ഷെ നമ്മളെ ഹഗ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മിഠായി വാങ്ങി തരുന്നു. ഇതൊക്കെ റിവാർഡാണ്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അടിക്കുന്നു, വഴക്ക് പറയുന്നു, പണിഷ്മെൻ്റാണ്. അപ്പോൾ ഈ പണിഷ്മെൻറ്റും റിവാർഡും കാരണമായിട്ട് നമ്മൾ ആറ്റിറ്റ്യൂഡ് പല തരത്തിൽ ഫോം ചെയ്ത് വരുന്നു. അപ്പോൾ പാരൻസ് ആണ് ആദ്യമായിട്ട് നമുക്ക് ആറ്റിറ്റ്യൂഡ് പകർന്നു നൽകുന്നത്. പിന്നീട് ഗ്രൂപ്പ് അഫിലിയേഷൻസ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആറ്റിറ്റ്യൂഡ്. പിന്നെ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഫാമിലി എന്ന സൊസൈറ്റിയിൽ നിന്നും, ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റിയിൽ നിന്നും അടുത്തൊരു യൂണിറ്റിലേക്ക്, സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പ് കുറച്ചുകൂടി വികസിക്കുന്നു. പിന്നീട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്രൂപ്പ് വലുതായി വരികയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനിടയിൽ നമുക്ക് തോന്നുന്ന ആ ഒരു അടുപ്പം, അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൂടുതൽ വികസിപ്പിക്കുന്നു. ദ പിയർ ഗ്രൂപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ, എസ്പെഷ്യലി ഇൻ ദ യങ് പോപ്പുലേഷൻ. യുവാക്കൾക്ക്, യുവതലമുറയിൽ, യുവാക്കളിൽ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകം പിയർ ഗ്രൂപ്പാണ്. നമ്മൾ പേഴ്സണാലിറ്റി പറയുന്ന സമയത്ത് അത് പറഞ്ഞതാണ് അല്ലേ. യുവാക്കൾക്ക്, പ്രത്യേകിച്ച് കൗമാരക്കാരിൽ, അവർക്ക് കൂടുതൽ താല്പര്യം തൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ പരിഗണനയും അവരുടെ കമൻറ്റുമാണ്. പാരൻസിൻ്റെ കമൻറ്റൊന്നും അവരെന്ത് ചെയ്യില്ല, അങ്ങനെ വക വെക്കാറില്ല. ദെൻ ആറ്റിറ്റ്യൂഡ്സ് ആർ ആൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ മാസ് മീഡിയ. നമ്മുടെ പത്രമാധ്യമങ്ങൾ, ന്യൂസ് പേപ്പർ, ജേർണൽസ്, ബുക്സ്, മൂവീസ് അടക്കമുള്ള പത്രമാധ്യമങ്ങളും ആറ്റിറ്റ്യൂഡിനെ സ്വാധീനിക്കാറുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി പോണം. ഇവിടെ സംശയങ്ങൾ ഉണ്ടാക്കുമ്പോൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു സംഗതി പോലും നമ്മളിവിടെ പറയുന്നില്ല. അപ്പോൾ പത്രമാധ്യമങ്ങൾ, സ്ഥിരം പത്രത്തിൽ കാണുന്ന വാർത്തകൾ, ഇപ്പോൾ ഒരു നന്മ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമായി മാറിയിരിക്കുകയാണ് അല്ലേ. പണ്ടൊക്കെ ഒരാളെ സഹായിക്കുക, ഞാൻ നേരത്തെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞല്ലോ, ഒരു ബസ്സിലുള്ള ഒരാൾ ഒരു സ്ത്രീയെ സഹായിച്ചു എന്നുള്ളത്. അങ്ങനെ സഹായിക്കുക എന്നുള്ളത് ഇന്ന് റെയർ ആയതുകൊണ്ടാണ് അതൊരു വലിയ വാർത്തയായി മാറിയത്. സത്യത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ കാണിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് വഴിയരികിലുള്ള ഒരാളെ സഹായിക്കുക, അസുഖം വന്ന ഒരാളെ സഹായിക്കുക എന്നുള്ളത്. പക്ഷേ എല്ലാവരും ഇന്നത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് എന്തായി മാറുന്നു, വലിയ വാർത്തയായിട്ട് മാറുന്നു. അപ്പോൾ പത്രമാധ്യമങ്ങളിൽ ഇന്ന് കാണുന്ന വാർത്തകളെല്ലാം നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഫോം ചെയ്യിപ്പിക്കുന്നു അല്ലേ. പലതരത്തിൽ ഇപ്പോൾ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ കറുവ സംഘം ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരം വാർത്തകൾ കേൾക്കുന്ന സമയത്ത് രാത്രി വരുന്ന ആളുകളെ നമുക്ക് പേടിയായിരിക്കും. ഇയാൾ കള്ളനായിരിക്കോ, ഇയാൾ ഉപദ്രവിക്കാൻ വരുന്നതായിരിക്കോ എന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കും. അപ്പം ന്യൂസ് പേപ്പർ, ജേർണൽസ്, ബുക്സ്, സിനിമകളൊക്കെ ഇക്കാലത്ത് നന്നായിട്ട് ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെ സ്വാധീനിക്കുന്ന കാര്യമാണ് അല്ലെ. ചില സിനിമ കണ്ടിട്ട് അതേ മോഡലിൽ റോബറീസ് അല്ലെങ്കിൽ മർഡേഴ്സ് ഒക്കെ കമ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. Then many of our attitudes are acquired by us as a result of the pressure from others or maybe the outcome of some experience. ഇനി ചിലപ്പോൾ ആറ്റിറ്റ്യൂഡ് മറ്റുള്ള ആളുകൾ നിർബന്ധിച്ച് നമുക്ക് ചിലപ്പോൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടായി വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പാരൻസ് തന്നെ നീ അവനോട് കൂട്ടുകൂടരുത്, അത്തരം കുട്ടികളോട് കൂട്ടുകൂടരുത്, അവരോട് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് നിരന്തരം പറഞ്ഞ് പ്രഷർ ചെയ്യിപ്പിച്ചുകൊണ്ടും ആറ്റിറ്റ്യൂഡ് വരാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് കാരണവും ആയിട്ടും ആറ്റിറ്റ്യൂഡ് വരാം.
അപ്പോൾ നമ്മൾ നിരന്തരം പറ്റിക്കുന്ന ഒരാൾ, അയാളോട് നമുക്ക് ആദ്യം ഒരു സൗഹൃദമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ആ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കും അല്ലേ. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു. ദെൻ ആറ്റിറ്റ്യൂഡ് മേ ആൾസോ ബി ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് വേരിയസ് എക്സ്പീരിയൻസ്. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ. എക്സ്പീരിയൻസ് ബിക്കം മോർ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് പാറ്റേൺ ആസ് വി ഗ്രോ അപ്പ്. ഈ ഒരു എക്സ്പീരിയൻസ്, ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ വളരുന്നതിനനുസരിച്ച് ഈ അനുഭവങ്ങൾ മാറിക്കൊണ്ടുവരുന്നു. സോ വി മേ ആൾസോ ഡെവലപ്പ് ആറ്റിറ്റ്യൂഡ് ത്രൂ എ സിംഗിൾ ട്രോമാറ്റിക് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ വളരുന്നതനുസരിച്ച് എക്സ്പീരിയൻസ് മാറുന്നു, അതനുസരിച്ച് പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്സ് വരുന്നു, അതൊരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് വിഷാദം അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു കുലുക്കുന്ന എക്സ്പീരിയൻസ്, ട്രോമ നൽകുന്ന അനുഭവങ്ങൾ വരുമ്പോൾ അത് കാരണമായിട്ട് ഒരുപാട് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. ഒരു പക്ഷേ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനേക്കാൾ അല്ലെങ്കിൽ പോസിറ്റീവ് എക്സ്പീരിയൻസിനേക്കാൾ നമ്മിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ട്രോമാറ്റിക് എക്സ്പീരിയൻസിന് ശേഷം നമ്മിൽ ഒരുപാട് ആറ്റിറ്റ്യൂഡ് വികസിച്ച് വരുന്നു അല്ലെ. നമുക്കൊരു അസുഖം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു അസുഖം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഷുഗർ ഡയബറ്റിക് ആണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പഞ്ചസാര ഉപയോഗിക്കുന്നതിൽ അയാൾക്ക് ഭയങ്കര പേടിയായിരിക്കും. അതേപോലെ എക്സസൈസിൻ്റെ വിഷയത്തിൽ അയാൾ ശ്രദ്ധിക്കുന്നു, ഫുഡ് അയാൾ ശ്രദ്ധിക്കുന്നു, റെഗുലർ ചെക്കപ്പ് അയാൾ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറുകയാണ്. ജീവിതത്തോടുള്ള, ഭക്ഷണത്തോടുള്ള, ലൈഫ് സ്റ്റൈലിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. അപ്പോൾ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കാരണം നമ്മൾ പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാകാം. ആറ്റിറ്റ്യൂഡ്സ് മേ ബി ഫോംഡ് ത്രൂ ഇമിറ്റേഷൻ. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെ ഉണ്ടാകാമെന്ന് ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഇതൊന്നും എണ്ണി പഠിക്കേണ്ട കാര്യമല്ല, മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. എണ്ണിപ്പഠിക്കേണ്ടത് ഞാൻ അങ്ങനെ തന്നെ പറയും. ഇത് എണ്ണിപ്പഠിക്കണം, ഓർഡറിന് പഠിക്കണം എന്ന് തന്നെ പറയും. അത് നിങ്ങൾ ഓർഡറിന് പഠിച്ചു വെക്കണം. ഇതങ്ങനെ ഓർഡറിനോ എണ്ണിന് പഠിക്കേണ്ട കാര്യമല്ല, മനസ്സിലാക്കി വെക്കേണ്ട സാധനമാണ്. സോ ആറ്റിറ്റ്യൂഡ് ഇമിറ്റേഷൻ, അനുകരണത്തിലൂടെയും ഉണ്ടാകും. സോ ദിസ് ഈസ് ഡൺ ബൈ ഇമിറ്റേറ്റിംഗ് റെഡിമെയ്ഡ് ആറ്റിറ്റ്യൂഡ്സ് ഓർ പ്രെജുഡൈസ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് വേരിയസ് ഒബ്ജക്ട്സ് ഓർ പീപ്പിൾ. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ പാരൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടീച്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ചെയ്യുന്നത്, അത് നോക്കി അതേപോലെ ആറ്റിറ്റ്യൂഡ് ഇമിറ്റേറ്റ് ചെയ്യുന്ന സംഗതികളും ഉണ്ടാകും. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇമിറ്റേറ്റ് ചെയ്യാറും ഉണ്ട്. അത് എല്ലാവരും ചെയ്യാറില്ല. ചില ആളുകൾ ആറ്റിറ്റ്യൂഡ് ഇമിറ്റേറ്റ് ചെയ്യുന്നു. സോ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഫോം ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ കുടുംബം, പിയർ ഗ്രൂപ്പ്, അങ്ങനെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, അങ്ങനെ പല ഘടകങ്ങളും നമ്മൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ സ്വഭാവത്തിൽ എങ്ങനെ മാറ്റം വരുത്തും എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് അല്ലേ. ആറ്റിറ്റ്യൂഡ് കാരണം നമ്മൾ ഇമോഷൻസ് ഉണ്ടാകും അല്ലേ. അഫക്റ്റീവ് കോമ്പണന്റ് നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ എന്താ പറഞ്ഞത്, ബി എന്ന് പറയുമ്പോൾ ബിഹേവിയറലാണ്. നമ്മുടെ സ്വഭാവത്തിൽ ഒരു പ്രത്യേക മാറ്റം ഉണ്ടാകും. സോ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആറ്റിറ്റ്യൂഡ്സ് ആർ ദ മോട്ടിവേറ്റിംഗ് ഫോഴ്സസ് ബിഹൈൻഡ് ഹ്യൂമൻ സോഷ്യൽ ബിഹേവിയർ. മനുഷ്യൻ ഒരു സാമൂഹിക ചുറ്റുപാടിൽ എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആറ്റിറ്റ്യൂഡ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് ദ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ എക്സിബിറ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഒരു സ്ഥിരത വരുന്നത് നമ്മിൽ ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് അല്ലേ. ഓരോ വ്യക്തിയോടുമുള്ള ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാ ഫ്രണ്ട്സിനോടും നമ്മൾ ഒരേപോലെയല്ല പെരുമാറുന്നത്. അപ്പോൾ ഓരോ ഫ്രണ്ട്സിനോടുമുള്ള ആറ്റിറ്റ്യൂഡ്, ചില ആളുകളോട് നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, ചില ആളുകളെ നമ്മൾ നിശ്ചിത പരിധിയിൽ നിർത്തും, ചില ആളുകൾ നമ്മൾ തീരെ അടുപ്പിക്കില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഒരു സ്ഥിരത വരുന്നത് ആറ്റിറ്റ്യൂഡ് കാരണമാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവം, പ്രത്യേകിച്ച് സോഷ്യൽ ബിഹേവിയർ, സാമൂഹിക ചുറ്റുപാടിലുള്ള നമ്മുടെ പെരുമാറ്റത്തെ നന്നായിട്ട് സ്വാധീനിക്കുന്നത് ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ്സ് ഓൾസോ ഇൻഫ്ലുവൻസ് ആൻ ഇൻഡിവിജ്വൽസ് അബ്നോർമൽ ബിഹേവിയർ. ഒരു വ്യക്തിയുടെ അസ്വാഭാവിക പെരുമാറ്റം. ഇപ്പോൾ സ്വാഭാവിക പെരുമാറ്റം, നോർമൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നോർമൽ ബിഹേവിയറാണ് ഉണ്ടാവുക അല്ലെ. ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള പെരുമാറ്റമാണോ വേണ്ടത് അതേപോലെ പെരുമാറുമ്പോഴാണ് നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അബ്നോർമൽ എന്ന് പറയുമ്പോൾ ആ സാഹചര്യത്തിനൊത്തല്ല അയാൾ പ്രതികരിക്കുന്നത് എങ്കിൽ അത് അബ്നോർമൽ ബിഹേവിയറാണ്. അപ്പോൾ ഒരാളിൽ അബ്നോർമൽ ബിഹേവിയർ ഉണ്ടാകാൻ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ കാരണമായേക്കാം. അപ്പോൾ ആറ്റിറ്റ്യൂഡ് കാരണമായിട്ടും ഒരാൾക്ക് അബ്നോർമൽ ബിഹേവിയർ ഉണ്ടാകുന്നു. മനസ്സിലായോ? സോ ഇവിടെ മനുഷ്യന് ഉപദ്രവം ചെയ്യാത്ത ചെറിയ ഇൻസെക്ട്സ്, ഇപ്പോൾ പാറ്റ, പല്ലി,
ഇവയൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാടൊന്നും പേടിച്ച് അലറി വിളിച്ച് ഓടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ഈ ഫോബിയാസ് ഒക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ ബിഹേവിയറിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനോട് സാധാരണഗതിയിൽ ഒരാൾക്ക് പേടി തോന്നാത്തൊരു വസ്തുവിനോട് നമുക്ക് പേടി തോന്നുന്ന സമയത്ത് അതിൻ്റെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ വർക്ക് ചെയ്യുന്നു, അത് കാരണമായിട്ട് നമുക്ക് പേടി തോന്നുന്നു. സോ അബ്നോർമൽ ബിഹേവിയറിന് ആറ്റിറ്റ്യൂഡ് കാരണമാകുന്നു. നമ്മുടെ ഏതൊരു പെരുമാറ്റം നിങ്ങളെടുത്ത് ചെക്ക് ചെയ്താലും അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ അബ്നോർമൽ ബിഹേവിയറിനെ ആര് സ്വാധീനിക്കുന്നുണ്ട്? ആറ്റിറ്റ്യൂഡ് സ്വാധീനിക്കുന്നുണ്ട്. ദെൻ ആൻ ഇൻഡിവിജ്വൽ not only formulates attitudes towards external objects but also possesses attitudes about himself. നമുക്ക് നാം അല്ലാത്ത മറ്റു വസ്തുക്കളോട് മാത്രമല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, നമ്മെക്കുറിച്ചും അതാ നമ്മോട് തന്നെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാം അല്ലേ. നാം മറ്റൊരാളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അയാളോടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അഥവാ നമ്മുടെ കൂട്ടുകാരനോട് ചിലപ്പോൾ നമുക്ക് അടുപ്പമായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ എതിർപ്പായിരിക്കാം, അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ്. ഇതേപോലെ തന്നെ നമുക്ക് നമ്മോടും ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും അല്ലേ. എനിക്കിപ്പോൾ എന്നോട് ചില ആളുകൾക്ക് അയാളെ തന്നെ ഇഷ്ടമായിരിക്കും, ഇപ്പോൾ എനിക്ക് എന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിലെ ചേഞ്ച് അനുസരിച്ചാണ് അല്ലേ. അപ്പോൾ ഒരാൾക്ക് ഒരു ഔട്ട്സൈഡ് ഒബ്ജക്റ്റിനോട് മാത്രമല്ല അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒബ്ജക്റ്റിനോട് മാത്രമല്ല, അയാൾക്ക് അയാളുടെ സെൽഫിനോടും ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാറുണ്ട്. So attitudes are our expressions of likes and dislikes towards people and objects. അപ്പോൾ ഒരു വസ്തുവിനോടോ ഒരു ആളിനോടോ തോന്നുന്ന നമ്മുടെ ഇഷ്ടവും അനിഷ്ടവും പ്രകടിപ്പിക്കുന്നത് ആറ്റിറ്റ്യൂഡിലൂടെയാണ് അല്ലേ. അപ്പോൾ അത് സ്വഭാവമാണ് അല്ലേ. നമ്മുടെ ഇഷ്ടം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റമാണ്. അപ്പോൾ ഒരാളോട് നാം ഇഷ്ടം പ്രകടിപ്പിക്കുന്നതും അയാളോട് അനിഷ്ടം പ്രകടിപ്പിക്കുന്നതും ആറ്റിറ്റ്യൂഡിൻ്റെ ഇമ്പാക്റ്റ് കാരണമായിട്ടാണ്. സോ they determine or guide our behavior in social situations. അപ്പോൾ ഒരു സാമൂഹിക ചുറ്റുപാടിൽ നാം എങ്ങനെ പെരുമാറണം, പോസിറ്റീവായിട്ട് പെരുമാറണോ, നെഗറ്റീവായിട്ട് പെരുമാറണോ, സ്നേഹപൂർവ്വം പെരുമാറണോ, ദേഷ്യത്തോടെ പെരുമാറണോ, വിദ്വേഷത്തോടെ പെരുമാറണോ എന്ന് തീരുമാനിക്കുന്നത് ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് നമ്മുടെ സ്വഭാവത്തെ നന്നായിട്ട് സ്വാധീനിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. An individual's entire personality structure and behavior may be thought of as organized around a central value system comprised of many related attitudes. അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി സ്ട്രക്ചർ, അയാളുടെ സ്വഭാവം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്വഭാവങ്ങളെല്ലാം രൂപപ്പെട്ടു വരുന്നത് ഒരു വലിയൊരു വാല്യൂ സ്ട്രക്ചർ കാരണമായിട്ടാണ്. നമ്മുടെ മനസ്സിലൊരു വലിയൊരു വാല്യൂ സിസ്റ്റം ഫോം ചെയ്തിട്ടുണ്ട്, ഒരു സെൻട്രൽ വാല്യൂ സിസ്റ്റം. ഈ സെൻട്രൽ വാല്യൂ സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത് ഒരുപാട് ആറ്റിറ്റ്യൂഡുകൾ കാരണമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ കാര്യത്തോട് ഇഷ്ടവും അനിഷ്ടവും എല്ലാം തോന്നാൻ കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വാല്യൂ സിസ്റ്റം അഥവാ മൂല്യമൊക്കെ വരുന്ന ആ ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നത് ആറ്റിറ്റ്യൂഡാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ എല്ലാ സ്വഭാവങ്ങളുടെയും ഉത്ഭവം ചെന്ന് നിൽക്കുന്നത് ആറ്റിറ്റ്യൂഡിലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ. സോ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ സ്വഭാവത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയാൽ നമുക്ക് അയാളുടെ സ്വഭാവത്തെ പ്രെഡിക്റ്റ് ചെയ്യാം ഇല്ലേ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് അവന് ആ ഭക്ഷണം കൊടുക്കണ്ട, അവനത് ഇഷ്ടപ്പെടില്ല, കാരണം നമുക്ക് അവന് ആ ഭക്ഷണത്തോടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്കറിയാം. അപ്പോൾ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയാൽ അയാളുടെ സ്വഭാവത്തെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. നേരെ തിരിച്ചു പറയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് സ്വഭാവത്തെ ആര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അത് നേരെ തിരിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ അല്ലേ, ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു പേഷ്യൻ്റ് വരുന്നു, അവന് ഇൻജെക്ഷൻ പേടിയാണ്. അപ്പോൾ അവന് ഇൻജെക്ഷനോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഞാൻ ഇൻജെക്ഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അവൻ ചിലപ്പോൾ കൈവലിക്കും, അല്ലെങ്കിൽ കരയും, അല്ലെങ്കിൽ അവൻ നിന്ന് തരില്ല, അടങ്ങി നിൽക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം നമുക്ക് അയാൾക്ക് ഇൻജെക്ഷനോടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക് മനസ്സിലായി. സോ അയാളുടെ ബിഹേവിയർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളുടെ പെരുമാറ്റത്തെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. സോ ദേ ആർ സ്ട്രോങ് ആൻഡ് കൺസിസ്റ്റൻറ്റ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്, അത് കൺസിസ്റ്റൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ദേ ആർ സ്പെസിഫിക്കലി റിലേറ്റഡ് ടു ബീങ് പ്രെഡിക്റ്റഡ്. അതുകൊണ്ട് തന്നെ സ്ട്രോങ്ങും കൺസിസ്റ്റൻറ്റും ആണ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നൊന്നും മാറിപ്പോവില്ല. അത് സ്ഥിരം അങ്ങനെ തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് പ്രവചിക്കാൻ കഴിയും. അയാൾക്ക്
ഇന്ന വസ്തുവിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്, അയാൾക്ക് എക്സസൈസ് ചെയ്യുന്നത് ഇഷ്ടമാണ്, രാവിലെ നടക്കുന്നത് ഇഷ്ടമാണ്, അയാൾക്ക് ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്നത് ഇഷ്ടമല്ല എന്ന് നമുക്ക് അയാളുടെ ആറ്റിറ്റ്യൂഡിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ദേ ആർ ബേസ്ഡ് ഓൺ പേഴ്സൺസ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. സോ ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഫോം ചെയ്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് അല്ലേ. ഒരാളുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. സോ ദ ഇൻഡിവിജ്വൽ ഈസ് അവെയർ ഓഫ് ഹിസ് ഓർ ഹെർ ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ബോധം ഉണ്ടായിരിക്കണം അല്ലെ. എനിക്ക് എന്ത് ഇഷ്ടമുണ്ട്, എന്ത് ഇഷ്ടമില്ല, ആരെയാണ് എനിക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് കാണാൻ താല്പര്യം എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. സോ ആറ്റിറ്റ്യൂഡ് സ്ട്രോങ് ആണ്, കൺസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആറ്റിറ്റ്യൂഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ആറ്റിറ്റ്യൂഡ് കാരണമായിട്ട് വരുന്ന സ്വഭാവത്തെയും അതിലൂടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. പിന്നെ അടുത്തത് ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് അഥവാ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരും. നമ്മൾ പറഞ്ഞു ആറ്റിറ്റ്യൂഡ് മോർ ഓർ ലെസ് കൺസിസ്റ്റൻ്റ് എന്ന് പറയും അല്ലേ, ലാസ്റ്റിംഗ് എന്ന് പറയും. ചിലപ്പോൾ കുറച്ച് സമയത്ത് ആയിട്ടായിരിക്കാം ഇത് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് നാൾ നിലനിൽക്കുമെന്നൊക്കെ പറയുമ്പോൾ അതിന് മാറ്റം വരാൻ പോസിബിലിറ്റി ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഒരിക്കലും മാറില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ചില ആറ്റിറ്റ്യൂഡ് കുറച്ച് നാൾ നീണ്ടു നിൽക്കും, ചിലപ്പോൾ പെട്ടെന്ന് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകാം. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ചേഞ്ച് ആകുന്നത് എന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. സോ ചേഞ്ച് പെർസെപ്ഷൻസ് ബൈ ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് ഫാക്ച്വൽ നോളജ്. നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചുള്ള പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് മനസ്സിലാക്കുന്ന രീതിയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് പുതിയൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പുതിയൊരു അറിവ് കിട്ടുമ്പോൾ ആ ഒരു മനസ്സിലാക്കുന്ന രീതിയിലും മാറ്റം വരും അല്ലേ. നമ്മൾ മനസ്സിലാക്കുന്ന രീതി, നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തുള്ള അതേ ഒരു പെർസെപ്ഷൻ അല്ല ഇപ്പോൾ അല്ലേ. അഥവാ നിങ്ങളിപ്പോൾ നേഴ്സിംഗ് കോഴ്സാണെന്ന് കരുതുക. നിങ്ങൾ നേഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെഡിക്കൽ ടേം പെട്ടെന്ന് മനസ്സിലാകുന്നു, അല്ല നന്നായിട്ട് തന്നെ മനസ്സിലാകുന്നു അല്ലേ. നിങ്ങൾക്ക് പലപ്പോഴും ഒരു പേഷ്യൻറ്റിനെ കാണുന്ന സമയത്ത് തന്നെ അയാളുടെ പ്രശ്നങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനും ഇന്ന മെഡിസിൻസ് ഒക്കെ ആയിരിക്കും അയാൾക്ക് കിട്ടാൻ പോവുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ കഴിയുന്നുണ്ടല്ലോ. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ടാണ്. മെഡിക്കൽ സയൻസിൽ നിങ്ങൾക്ക് നോളജ് കിട്ടിയതുകൊണ്ടാണ്. ഈ ഒരു എക്സ്പീരിയൻസും നോളജും കിട്ടുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കിയത് പോലെ ആയിരിക്കില്ല ഇനി അത് കിട്ടിയതിന് ശേഷം മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ടാബ്ലറ്റിൻ്റെ കവർ, ആ ഒരു കവർ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് എന്തൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നോ അതേപോലെ ആയിരുന്നില്ല നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിന് മുന്നേ ഇല്ലേ. അത് തന്നെയാണ് നമ്മുടെ പെർസെപ്ഷൻസ്, നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും അറിവും അനുസരിച്ച് മാറി മാറി വരുന്നുണ്ടാവും. പ്രൊവൈഡ് ഇൻഫർമേഷൻസ് ടു ദ ഇൻഡിവിജ്വൽ ഹൂ ഹാർബേഴ്സ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ആൻ ഒബ്ജക്റ്റ് ഓർ പേഴ്സൺ. പ്രൊവൈഡ് ഇൻഫർമേഷൻ ദാറ്റ് കോൺട്രഡിക്ട്സ് ദ ആറ്റിറ്റ്യൂഡ് വിതൗട്ട് എനി കമൻസ്, സജഷൻ, പെർസുവേഷൻ എക്സെട്ര. അപ്പോൾ ഒരാൾക്ക് ഒരു വസ്തുവിനോട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അല്ലെങ്കിൽ വ്യക്തിയോട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇയാളുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിന് നേരെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നൽകുക. അവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട, കമൻസോ സജഷൻസോ പെർസുവേഷനോ ഒന്നും കൊടുക്കണ്ട. പെർസുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് പെർസുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർസുവേഷനോ സജഷനോ കമൻറ്റോ ഒന്നും കൊടുക്കാതെ അയാളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? ഇറ്റ് അലൗസ് ദ ഇൻഡിവിജ്വൽ ടു ടേക്ക് എ ഡിസിഷൻ ഓൾ ബൈ ഹിംസെൽഫ് വിതൗട്ട് എനി പ്രഷർ, ലീഡിങ് ടു എ മോർ ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഒബ്ജക്റ്റ് പേഴ്സൺ കൺസേൺഡ്. അപ്പോൾ ഏത് വ്യക്തിയോടാണ് അല്ലെങ്കിൽ ഏത് വസ്തുവിനോടാണ് അയാൾക്ക് ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയിരുന്നത്, അത് നേരെ മാറി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു പ്രഷറോ ഒരു കാര്യമോ അവിടെ ഉണ്ടാവുകയില്ല. സോ ഒരു കുട്ടിക്ക് പൂച്ചയെ ഭയങ്കര പേടിയാണ്, പൂച്ചയെ കാണുന്നത് തന്നെ പേടിയാണ്. അപ്പോൾ പൂച്ചയോട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ആ കുട്ടിക്കുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നല്ല ക്യൂട്ടായിട്ടുള്ള വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്യാറ്റിനെ കൊണ്ട് ആ കുട്ടിയുടെ മുന്നിൽ വെച്ചു കൊടുത്തു. ഈ ക്യാറ്റ് എന്ത് ചെയ്യുന്നു, അവനോട് വന്ന് വളരെ സ്നേഹപൂർവ്വം അവന് കളിക്കാൻ കഴിയുന്ന ഒരു ടോയ് പോലെ നിന്നു കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് പതിയെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് പൂച്ചയെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ മനോഭാവത്തെ ഒരു പ്രഷറും കൂടാതെ കമ്പൽ കൂടാതെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ ഒരാൾക്ക് ഒരു കാര്യത്തോട് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് എങ്കിൽ
അത് നിർബന്ധപൂർവ്വം മാറ്റിയെടുക്കാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ആറ്റിറ്റ്യൂഡിനെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള, അതിന് നേരെ വിപരീതമായിട്ടുള്ള ഇൻഫോർമേഷൻസ് അയാൾ അറിയാതെ തന്നെ കൊടുത്താൽ മതി. അപ്പം അയാൾക്ക് സ്വാഭാവികമായിട്ടും മാറ്റം ഉണ്ടാകുന്നു. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഒരാൾക്ക് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് എങ്കിൽ നിർബന്ധപൂർവ്വം നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാം. പക്ഷെ അത് ഫേവറബിൾ ആയിട്ടുള്ള മാറ്റം ആയിരിക്കില്ല. നേരെ മറിച്ച് അയാളെ ഒരിക്കലും കമ്പൽ ചെയ്യാതെയും നമുക്ക് മാറ്റാം. അതിനെന്ത് ചെയ്താൽ മതി? അയാൾക്കുള്ള ധാരണ അങ്ങോട്ട് മാറ്റിയാൽ മതി. അയാളുടെ ധാരണ മാറ്റാൻ പറ്റുന്ന എക്സ്പീരിയൻസും ഇമോഷൻസും കൊടുക്കുക. അപ്പോൾ ഇവിടെ കുട്ടിക്ക് എക്സ്പീരിയൻസ് വന്നു, ക്യാറ്റ് എന്ന് പറയുന്നത് പേടിക്കേണ്ട കാര്യമല്ല, അത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ എന്നോട് പെരുമാറുന്നതാണ് എന്ന എക്സ്പീരിയൻസ്, നോളജ് ആ കുട്ടിക്ക് കിട്ടി. അപ്പോൾ ആറ്റിറ്റ്യൂഡ് മാറി. ക്യാറ്റിനോടുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായി. അപ്പോൾ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്താനുള്ള ഒന്നാമത്തെ കാര്യം അവന് പുതിയൊരു എക്സ്പീരിയൻസ്, നോളജ് നൽകുക എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തത്, അപ്പോൾ ഒന്നാമത്തത് നോളജിൽ ചേഞ്ച് വരുത്തുക. രണ്ടാമത്തത് സീക്ക് ഗ്രൂപ്പ് സപ്പോർട്ട്. ഗ്രൂപ്പ് സപ്പോർട്ട് കണ്ടെത്തുക. പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ മച്ച് ക്ലോസർ കോൺടാക്ട് വിത്ത് ദ ഒബ്ജക്റ്റ് ഓർ പേഴ്സൺ കൺസേൺഡ്. ലെറ്റ് ദ പേഴ്സൺ ലേൺ ത്രൂ ഇറ്റ് ആൻഡ് മോഡിഫൈ ഹിസ് ഓൺ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരു ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് കൂടുതൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരുമായിട്ട് അടുത്ത് ഇടപെടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അങ്ങനെ ആ ഒരു വ്യക്തിയുമായിട്ട് അടുത്തിടപെടുന്ന സമയത്ത് അവനിൽ മാറ്റമുണ്ടാകുന്നു, അല്ലേ? ഇപ്പോൾ ചില ആളുകളോട് ഭയങ്കര ദേഷ്യം ഉണ്ടാവും, ചില കമ്മ്യൂണിറ്റിയോട്, ചില ഗ്രൂപ്പിനോട്. പക്ഷേ അവരുമായിട്ട് അടുത്തിടപെടാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ മനസ്സിലാവും അവരൊന്നും അപകടകാരിയല്ല, അവരും സ്നേഹിക്കാനുള്ള മനസ്സുള്ള ആളുകളാണ് എന്ന് മനസ്സിലാവും. അതാണ് ഗ്രൂപ്പ് സപ്പോർട്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ടോ ഒരു പേഴ്സൺ ആയിട്ടോ ക്ലോസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരുത്താൻ ഒന്നെങ്കിൽ എക്സ്പീരിയൻസിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ ഏത് വസ്തുവിനോടാണോ ഏത് പേഴ്സണോടാണോ അയാൾക്ക് ആറ്റിറ്റ്യൂഡ് ഉള്ളത് അതുമായിട്ട് അടുത്ത് ഇടപെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? സോ അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ചില ഫാക്ടേഴ്സാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ അതിലൊന്നാമത്തത് റെഡ്യൂസിങ് കോഗ്നിറ്റീവ് ഡിസണൻസ്. നമ്മുടെ കോഗ്നിറ്റീവ് ഡിസണൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറഞ്ഞാൽ നാം ഒരു മനുഷ്യൻ എന്ന നിലയിൽ പല ബിലീഫ്സും മറ്റു കാര്യങ്ങളും നമുക്കുണ്ടാകും, പല വിശ്വാസങ്ങൾ, പല സങ്കല്പങ്ങൾ, പല ഐഡിയോളജീസ് നമുക്കുണ്ടാകും. അപ്പോൾ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നതാണ് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ ബിലീഫോ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഒപ്പീനിയന് എതിരായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കെന്തുണ്ടാകും? കോഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടാകും. ഇതിനുദാഹരണം പുകവലിക്കുന്ന ഒരാൾക്ക്, അയാൾക്കറിയാം പുകവലി മനുഷ്യൻ്റെ ശരീരത്തിന് ഹാനികരം ആണ്, ഡേഞ്ചറസ് ആണ് എന്ന് ഒരാൾക്കറിയാമെങ്കിൽ അയാളിൽ ഒരു കോഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടാകും. കാരണം അയാളുടെ വിശ്വാസത്തിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ അഭിപ്രായത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സംഗതിയാണ് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഗ്നിറ്റീവ് ഡിസണൻസ് കുറച്ചാൽ മതി, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. അഥവാ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ട? നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്ന് നിൽക്കരുത്. സോ കോഗ്നിറ്റീവ് ഡിസണൻസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് അൺപ്ലസൻറ്റ് സൈക്കോളജിക്കൽ ടെൻഷൻ. അപ്പോൾ നമുക്കത്ര പ്ലസൻ്റ് അല്ലാത്ത ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. ദാറ്റ് മോട്ടിവേറ്റ്സ് us ടു റെഡ്യൂസ് അവർ കോഗ്നിറ്റീവ് ഇൻകൺസിസ്റ്റൻസീസ്. അപ്പോൾ ഈ ഒരു കോഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത, സന്തുലിതമല്ലാത്ത ഒരു അവസ്ഥ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും, അല്ലേ? നമ്മൾ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നാം ആ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം മാറ്റേണ്ടി വരും, അല്ലേ? രണ്ടാലൊന്നും വേണ്ടേ? അപ്പോൾ ഒരു കോഗ്നിറ്റീവ് ഇൻകൺസിസ്റ്റിയെ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു ബൈ മേക്കിംഗ് അവർ ബിലീഫ്സ് മോർ കൺസിസ്റ്റൻറ്റ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വിശ്വാസവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നതിന് വേണ്ടി നമ്മളൊരു ശ്രമം നടത്തുന്നു. അപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് ഡിസണൻസ്, ഇപ്പോൾ ഈ സ്മോക്കിങ്ങിൻ്റെ കാര്യം തന്നെ എടുത്തോളൂ. ഒരാൾ സ്മോക്കിംഗ്
ഹാനികരമാണ് എന്ന് അറിഞ്ഞിട്ടും അയാൾ ചെയ്യുന്ന സമയത്ത് അയാളിൽ കോഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്നു. ആ അസ്വസ്ഥത ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? സ്മോക്കിംഗ് അങ്ങോട്ട് മാറ്റിയാൽ മതി. സോ അങ്ങനെ നമുക്ക് ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ഉണ്ടാകുന്നു. സോ പീപ്പിൾ എക്സ്പീരിയൻസ് ഡിസണൻസ് when they do something that threatens their image of being decent, kind and honest, especially if there is no way they can explain away this behavior as due to external circumstances. അപ്പോൾ ഡിസണൻസ് ഫീൽ ചെയ്യുന്ന ഒരാൾ അയാളുടെ ഡീസൻസിയെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അയാൾ മിക്കവാറും ഒഴിവാക്കാനാണ് ശ്രമിക്കുക, അല്ലേ? ഇപ്പോൾ പുകവലിക്കുന്നത് സമൂഹത്തിൽ മോശമായിട്ട് കരുതുന്ന ഒരാൾ കാര്യമാണ് എങ്കിൽ അയാൾ പുകവലി ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം അയാൾക്ക് പുകവലിയെ ന്യായീകരിക്കാനുള്ള ഒരു കാര്യവും ഇല്ല, ഒരു കാരണവും ഇല്ല. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ അയാൾ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ത് ചെയ്താൽ മതി? റെഡ്യൂസ് ചെയ്താൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ കോഗ്നിറ്റീവ് ഡിസണൻസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ബിലീഫിന്, സമൂഹത്തിൻ്റെ ഡിസൈറബിലിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ ബിലീഫ് ഒപ്പീനിയൻ മാറ്റുകയല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഡീസൻസിക്ക് എതിരാണ് എന്ന് കരുതുന്ന, ഡിസൈറബിലിറ്റിക്ക് എതിരാണ് എന്ന് കരുതുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മതി. ഈ ഒരു സ്മോക്കിങ്ങിൻ്റെ എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. സോ ദെയർ ആർ വേസ് ടു റെഡ്യൂസ്, ലെസൺ ഓർ മിനിമൈസ് കോഗ്നിറ്റീവ് ഡിസണൻസ്. അപ്പോൾ നമുക്ക് കോഗ്നിറ്റീവ് ഡിസണൻസ് കുറയ്ക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടും പതിയണം. കോഗ്നിറ്റീവ് ഡിസണൻസ് ഒഴിവാക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, വൺ ക്യാൻ ആഡ് ഓർ ചേഞ്ച് ബിലീഫ്സ്. നമ്മുടെ വിശ്വാസം അങ്ങോട്ട് മാറ്റുക. പുകവലി മനുഷ്യന് കുഴപ്പമില്ല എന്ന് വിശ്വസിച്ചാൽ കോഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടാവില്ല. പിന്നെ അയാൾക്ക് ധൈര്യമായിട്ട് എത്ര വേണമെങ്കിലും സ്മോക്ക് ചെയ്യാം. അയാളുടെ മനസ്സിൽ ടെൻഷൻസ് ഉണ്ടാവില്ല. ദെൻ വൺ ക്യാൻ ആഡ് എ ന്യൂ ബിലീഫ് ഓർ ചേഞ്ച് ദ ഓൾഡ് വൺ ഹി ഈസ് ഹോൾഡിങ് ആസ് ടു മേക്ക് ഇറ്റ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ബിഹേവിയർ ഹി ഈസ് ഹോൾഡിങ്. അപ്പോൾ ഒരാൾ അയാളുടെ ബിലീഫിനോടൊപ്പം, പഴയ ബിലീഫിനോടൊപ്പം ഒരു പുതിയ ബിലീഫും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവവും അയാളുടെ ബിലീഫുമായിട്ടൊരു ക്ലാഷ് ഉണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് സ്മൂത്തായിട്ട് പോകാൻ കഴിയും. അപ്പോൾ നമ്മൾ ആലോചിച്ച് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. കോഗ്നിറ്റീവ് ഡിസണൻസ് റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ബിലീഫ് ചേഞ്ച് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലത് സോഷ്യൽ ഡിസൈറബിലിറ്റിയൊക്കെ ചിന്തിച്ചതിന് ശേഷം ആ ഒരു ബിഹേവിയറിൽ മാറ്റം വരുത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മുടെ ബിലീഫ് തെറ്റാണെങ്കിൽ മാത്രം ബിലീഫ് മാറ്റാൻ നിൽക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ദെൻ അടുത്തതിലേക്ക് വരാം. കൗണ്ടർ ആറ്റിറ്റ്യൂഡിനൽ അഡ്വക്കസി. അടുത്തൊരു മാർഗമാണ് കൗണ്ടർ ആറ്റിറ്റ്യൂഡിനൽ അഡ്വക്കസി. ഇറ്റ് ഈസ് എ പ്രോസസ് by which individuals are induced to state publicly an opinion or attitude that runs counter to their own പ്രൈവറ്റ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ കൗണ്ടർ ആറ്റിറ്റ്യൂഡിൽ അഡ്വക്കസി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തിപരമായി നേരെ ഓപ്പോസിറ്റ് ആറ്റിറ്റ്യൂഡുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒപ്പീനിയൻ ഉള്ളൊരു കാര്യം പബ്ലിക്കായിട്ട് പറയുമ്പോൾ അതിൻ്റെ നേരെ വിപരീതം പറയേണ്ടി വരുന്ന അവസ്ഥയാണ് കൗണ്ടർ ആറ്റിറ്റ്യൂഡിനൽ അഡ്വക്കസി. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ആ ഒരു കാര്യം ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ഒരു മദ്യപാനം, ഒരാൾ മദ്യപിക്കുന്ന ആളായിരിക്കും. അപ്പോൾ മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അയാളിൽ ഉണ്ടാകുന്നത് കൗണ്ടർ ആറ്റിറ്റ്യൂഡിനൽ അഡ്വക്കസിയാണ്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, വൺ ക്യാൻ ഹെൽപ്പ് സ്മോക്കേഴ്സ് ചേഞ്ച് ദെയർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്മോക്കിംഗ് ബൈ ലെറ്റിംഗ് ദം മേക്ക് ചേഞ്ച് അബൌട്ട് ദ നെഗറ്റീവ് എഫക്ട്സ് ഓഫ് സ്മോക്കിംഗ്. അപ്പോൾ നമുക്ക് സമൂഹത്തിൽ അതിനെ എതിർ പറയേണ്ടി വരുന്ന സമയത്ത് നാം അറിയാതെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റും. ഇപ്പോൾ ഒരു പുകവലി വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ പുകവലി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അയാളെ കൊണ്ട് തന്നെ പുകവലിക്ക് എതിരെയുള്ള ഒരു ക്യാമ്പയിനിൽ സ്പീച്ച് നടത്താൻ വേണ്ടി പറഞ്ഞാൽ മതി. അപ്പോൾ അയാൾ അതിനെതിരെ സ്പീച്ചൊക്കെ തയ്യാറാക്കി അത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അയാളിൽ തന്നെ ഒരു കുറ്റബോധം ഉണ്ടാവും. ഇതൊക്കെ തെറ്റാണ്, ഞാൻ മറ്റുള്ളവരോട് പറയുന്നു, അപ്പോൾ ഞാൻ സ്വയം മാറണ്ടേ എന്നുള്ള ഒരു ധാരണ അയാളിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഓപ്പോസിറ്റ് ആറ്റിറ്റ്യൂഡുള്ള ഒരു കാര്യത്തെ അതിൻ്റെ മറ്റേ സൈഡ് പബ്ലിക്കലി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി അയാളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നതിനാണ് കൗണ്ടർ ആറ്റിറ്റ്യൂഡിൽ അഡ്വക്കസി. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഉള്ള ആറ്റിറ്റ്യൂഡിന് വിപരീതമായിട്ട് ഉള്ള ആറ്റിറ്റ്യൂഡ് പബ്ലിക്കലി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കൗണ്ടർ ആറ്റിറ്റ്യൂഡിൽ അഡ്വക്കസി എന്ന് പറയുന്നത്. അപ്പോൾ മദ്യപാനിയായിട്ടുള്ള ഒരാളെ കൊണ്ട് ആ മദ്യപാനത്തിനെതിരെ പ്രസംഗിപ്പിച്ചാൽ മതി. ഇതെല്ലാവരിലും നടക്കില്ല കേട്ടോ, കുറച്ചൊക്കെ ബോധമുള്ള ആളുകളിലേ നടക്കൂ. അപ്പോൾ അയാൾ പൊതുവിൽ അത് പ്രസംഗിക്കുന്ന സമയത്ത് പിന്നീട് അയാൾക്ക് ബാറിൽ പോയി മദ്യപിക്കാൻ കഴിയോ? ഇല്ല. അയാളുടെ മനസാക്ഷിയിൽ തന്നെ ഒരു മുറിവുണ്ടാകും അങ്ങനെ വരുമ്പോൾ. ഓക്കെ അല്ലേ? ദെൻ സെൽഫ് പെർസെപ്ഷൻ.
സെൽഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നാം നമ്മെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനാണ് സെൽഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണമെങ്കിൽ ആദ്യം നാം നമ്മെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സെൽഫ് പെർസെപ്ഷൻ തിയറി സേസ് ദാറ്റ് ഫസ്റ്റ് വി ഒബ്സർവ് ആൻഡ് പെർസീവ് അവർ ഓൺ ബിഹേവിയർ. ആദ്യം നമ്മുടെ പെരുമാറ്റത്തെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മനസ്സിലാക്കുക, എന്നിട്ട് അത് മാറ്റം വരുത്തുക. അതാണ് സെൽഫ് പെർസെപ്ഷൻ. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം നാം ആരാണ്, നമ്മുടെ പെരുമാറ്റം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കുക. അതിനുശേഷം മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ദെൻ പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ. പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ കൺവിൻസ് ചെയ്യുന്ന രീതിക്കാണ് പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം ഒരാളിൽ നിരന്തരം പറഞ്ഞ് അയാളെ കൊണ്ട് മാറ്റുക. സോ ആൾട്ടോ ദീസ് ഡിസോണൻസ് ടെക്നിക്സ് ആർ പവർഫുൾ, ദേ ആർ ഡിഫിക്കൽട്ട് ടു ക്യാരി ഔട്ട് ഓൺ എ മാസ് സ്കെയിൽ. ഇത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, എങ്കിലും ഇതൊരു വലിയൊരു അളവിൽ നമുക്കിത് എന്ത് ചെയ്യാൻ കഴിയില്ല, നടപ്പിലാക്കാൻ കഴിയില്ല. In order to change as many people's attitudes as possible, one can use persuasive communication. അപ്പോൾ ഒരുപാട് ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റം വരുത്താൻ നമുക്ക് പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ, ഈ മാസ് മീഡിയയൊക്കെ നടത്തുന്നത് പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ ബ്രഷ് ചെയ്താലാണ് നിങ്ങളുടെ പല്ല് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എന്ന സംഗതി നമ്മളോട് പറഞ്ഞ് അത് ഫലിപ്പിച്ചത് പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. നിങ്ങളുടെ മുഖം ഫ്രഷ് ആയിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച കാര്യമാണ്. അതൊക്കെ പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അപ്പോൾ ഒരു പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഒരുപാട് ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഒരുമിച്ച് മാറ്റം വരുത്താൻ കഴിയും. So persuasive communication is the act of influencing people to agree with an idea, take action or accept a proposal. അപ്പോൾ ഒരു ആശയത്തെ ആളുകൾ അതിന് അനുകൂലിക്കാൻ പറ്റുന്ന രീതിയിൽ, അവർ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ മാറ്റിക്കൊണ്ടുവരുന്നതിനാണ് പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പരസ്യങ്ങൾ ചെയ്യുന്നത് ഈ ഒരു പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന സൈക്കോളജിക്കൽ ടെക്നിക്കാണ് അല്ലേ. നമ്മൾ തുണി അലക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കുന്നതും വാഷിംഗ് പൗഡർ യൂസ് ചെയ്യുന്നതും വാഷിംഗ് ലിക്വിഡ് യൂസ് ചെയ്യുന്നതും എല്ലാം ഈ ഒരു പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ടായിട്ടാണ്. നമ്മൾ പല കോസ്മെറ്റിക് സാധനങ്ങൾ ഉപയോഗിക്കുന്നതും ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ് പ്രിഫർ ചെയ്യുന്നതെല്ലാം ഈ ഒരു പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് അവർ മാറ്റിയിട്ടുണ്ട് അല്ലേ. പല ബ്രാൻഡുകളും അവരുടെ ഈ ഒരു പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു പ്രവൃത്തി നിരന്തരം ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ബൂസ്റ്റാണ് നമ്മുടെ എനർജിയുടെ സീക്രറ്റ് എന്ന് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അവർ ചേഞ്ച് ചെയ്തത് ഈ ഒരു പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു മനോഭാവമാണ് അല്ലെ, അതിനെ ജഡ്ജ് ചെയ്തുകൊണ്ട് എങ്ങനെ പെരുമാറണം എന്ന നമ്മുടെ ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ടെമ്പററി ഇമോഷണൽ റെസ്പോൺസ് ആണോ? അല്ല, ടെമ്പററി അല്ല എന്ന് നമ്മൾ പറഞ്ഞു. എ ലേൺഡ് ടെൻഡൻസി, ഓക്കെ, അത് ഓക്കെയാണ്. ടു ഇവാലുവേറ്റ് തിങ്സ് ഇൻ എ സർട്ടൻ വേ, ഒരു പ്രത്യേക രീതിയിൽ ഒരു കാര്യത്തെ ജഡ്ജ് ചെയ്യാനുള്ള നമ്മുടെ ടെൻഡൻസി, അതും ലേൺഡ് ആയിട്ടുള്ള ടെൻഡൻസിയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓക്കെയാണ്. സോ ഓപ്ഷൻ ബി നമുക്ക് ഉറപ്പിക്കാം. Then which of the following is not a component of attitude? ആറ്റിറ്റ്യൂഡിലെ കോമ്പണൻറ്റ് അല്ലാത്തത് ഏത്? നമുക്കറിയാം എ, ബി, സി. അപ്പോൾ എ, ബി, സി നമ്മൾ നോക്കുന്നത് ഇവിടെ ബി ബിഹേവിയറിൽ വരുന്നുണ്ട്, സി കോഗ്നിറ്റീവ് വരുന്നുണ്ട്. എ എവിടെ പോയി? എ നമ്മൾ എഫക്റ്റീവ് എന്ന് പറഞ്ഞു. എഫക്റ്റീവിൻ്റെ മറ്റൊരു പേരാണ് ഇമോഷണൽ അല്ലേ, ഇമോഷണൽ. സോ ഇമോഷണൽ ഇതാ കിടപ്പുണ്ട്. ഓപ്ഷൻ സി ആണ് ഇമോഷണൽ. സോ നമുക്ക് ഉൾപ്പെടാത്തതാണ് വേണ്ടത്. അപ്പോൾ എയും ബിയും സിയും നമ്മുടെ കോമ്പണൻസ് ആണ്. റിഫ്ലക്സീവ് നമ്മൾ പറയുന്ന കോമ്പണൻസിൽ ഉൾപ്പെട്ടതല്ല. സോ നമുക്ക് അത് കളയാം. ഓക്കെ അല്ലേ? ദെൻ അടുത്തത്, ദ കോഗ്നിറ്റീവ് കോമ്പണന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് റെഫേഴ്സ് ടു. കോഗ്നിറ്റീവ് കോമ്പണന്റ്, കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ മെന്റൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. ഞാൻ പറഞ്ഞു കോഗ്നിറ്റീവ് എന്ന് കേട്ടാൽ മെന്റൽ പ്രോസസ്സിനെ ഓർക്കുക. അപ്പോൾ മെന്റൽ പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ടതാണ് നോളജ് അല്ലേ, നോളജ്, എക്സ്പീരിയൻസ് ഒക്കെ. സോ നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. ഇവിടെ ഇമോഷണൽ ബിഹേവിയർ എന്നാണ് പറഞ്ഞത്. ഇമോഷണൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അത് അഫക്റ്റീവ് ആണ്. വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ അഫക്റ്റീവ് എന്നാണ് നമ്മൾ പറയുക.
ബിലീഫ്സ് ഓർ നോളജ്, അത് ഓക്കെ. ബിലീഫോ നോളജോ എക്സ്പീരിയൻസോ ഇതൊക്കെ വരുന്നതോ ഏതിൽ തന്നെ? കോഗ്നിറ്റീവിൽ തന്നെ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി കോഗ്നിറ്റീവ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ? ദെൻ വാട്ട് ഈസ് ദ അഫക്റ്റീവ് കോമ്പണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്? അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസും ഫീലിംഗ്സും ആണ്. ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനുള്ള എക്സാമ്പിൾ ഏതാണ്? പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തോടുള്ള നമ്മുടെ പോസിറ്റീവായിട്ടുള്ള നല്ല മനോഭാവമാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കോൺസ്റ്റന്റ്ലി കംപ്ലൈനിങ് അബൌട്ട് ഫെയിലിയേഴ്സ്, പരാജയത്തെക്കുറിച്ച് എപ്പോഴും പരാതി പറയുന്നത് പോസിറ്റീവ് ആണോ? പോസിറ്റീവ് അല്ല, അത് നെഗറ്റീവ് ആണ്. ദെൻ ഫോക്കസിങ് ഓൺ ഓപ്പർച്യൂണിറ്റീസ് റാദർ ദാൻ ഓബ്സ്റ്റാക്കിൾസ്, തടസ്സത്തേക്കാൾ സാധ്യതകളെ കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അത് പോസിറ്റീവ് ആണ് അല്ലേ? സാധ്യതകൾ നോക്കുക, തടസ്സത്തെ അല്ല. സോ അത് പോസിറ്റീവ് ആണ്. ഓക്കെ അല്ലേ? മറ്റേതൊക്കെ അച്ചീവ്മെൻറ്റിനെ ഇഗ്നോർ ചെയ്യുക, സക്സസിനെ വിമർശിക്കുക, അതെല്ലാം നെഗറ്റീവ് ആണ്. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷെയറിംഗ് ദ ഫീലിംഗ്സ് ഓഫ് അതേഴ്സ്? മറ്റുള്ളവരുടെ സ്വഭാവത്തെ, ഫീലിംഗ്സിനെ, സ്വഭാവത്തെ അല്ല ഫീലിംഗ്സിനെ മനസ്സിലാക്കാനും ഷെയർ ചെയ്യാനുള്ള കഴിവ് ഏത് ആറ്റിറ്റ്യൂഡിൽ ഉൾപ്പെടുന്നു? നമ്മൾ പറഞ്ഞു ആറ്റിറ്റ്യൂഡ് 3 ടൈപ്സ് ഉണ്ട്. പെൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പെൻ, പോസിറ്റീവ്, നെഗറ്റീവ്, ഇമോഷണൽ. അപ്പോൾ ഇതിൽ ഇമോഷണൽ അല്ല, എംഫത്തറ്റിക് ആണ് എന്ത് ചെയ്യുന്നത്? മറ്റൊരാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനും ഷെയർ ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടാത്തത് ഏത്? ആറ്റിറ്റ്യൂഡ് ആർ ഇന്നേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് വെട്ടാം. ജന്മനാ കിട്ടുന്നത് അല്ല, അത് തന്നെയാണ് നമ്മുടെ ഉത്തരം. ജന്മനാ കിട്ടുന്നത് അല്ല, ആറ്റിറ്റ്യൂഡ് ജന്മന കിട്ടുന്നത് അല്ല. ദെൻ ആറ്റിറ്റ്യൂഡ് എവർലാസ്റ്റിംഗ് ആണ്, അതെ, നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു, അതെ. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് റിലേഷൻഷിപ്പാണ്, നാമും നമുക്ക് ബന്ധമുള്ള ആ ഒബ്ജക്റ്റുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് ആറ്റിറ്റ്യൂഡ്, അതൊക്കെ ഓക്കെയാണ്. എ ആണ് തെറ്റായിട്ടുള്ളത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് എ സ്മോൾ റോൾ ഇൻ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ? ആറ്റിറ്റ്യൂഡ് ഫോർമേഷനിൽ ചെറിയ പങ്ക് വഹിക്കുന്നത് ഏത്? ആറ്റിറ്റ്യൂഡ് ഫോർമേഷനിൽ വളരെ ചെറിയ പങ്ക് വഹിക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. സോ വളരെ ചെറിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ പാരമ്പര്യമാണ് അല്ലെ? പാരമ്പര്യം നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എങ്കിലും അതിൽ വളരെ ചെറിയൊരു റോളേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Then which factor is most influential in the early formation of attitude? ആറ്റിറ്റ്യൂഡ് നമ്മുടെ തുടക്കകാലത്തിൽ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ കുടുംബമാണ് അല്ലേ? തുടക്കത്തിൽ സ്വാധീനിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ കുടുംബമാണ്. പിന്നീടാണ് പിയർ ഗ്രൂപ്പിലേക്കൊക്കെ പോകുന്നത്. Then group affiliations play a role in attitude formation, especially in which age group? നമുക്ക് നമ്മുടെ സമസംഘത്തോട് അല്ലെങ്കിൽ നാം ഏത് ഗ്രൂപ്പിലാണോ ആ ഗ്രൂപ്പിലുള്ള ആളുകളോട് ആയിട്ട് ബന്ധപ്പെട്ട ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത് ഏത് പ്രായത്തിലാണ്? പ്രധാനമായിട്ടും ഏത് പ്രായത്തിലാണ് എന്ന് ചോദിച്ചാൽ യങ് പോപ്പുലേഷൻ, യുവാക്കളിലാണ് അല്ലേ? യുവാക്കളിലാണ് അത് കൂടുതലുണ്ടാകുന്നത്. Then what is the role of mass media in attitude formation? ആറ്റിറ്റ്യൂഡ് ഫോർമേഷനിൽ മാസ് മീഡിയയുടെ പങ്ക് എന്താണ്? മാസ് മീഡിയ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ടോ? സഹായിക്കുന്നുണ്ട് അല്ലേ? ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ദാറ്റ് ഷേപ്സ് പീപ്പിൾസ് പെർസെപ്ഷൻ. ആളുകളുടെ പെർസെപ്ഷൻ ഷേപ്പ് ചെയ്യുന്നതിൽ ഇത് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മീഡിയ എന്താ ചെയ്യുന്നത്? ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ വ്യത്യാസം വരുത്തുകയാണ്. ഇപ്പോൾ ഡിജിറ്റൽ കറൻസിയെ ആദ്യം നമ്മൾ ഭയത്തോടെ ആയിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഡിജിറ്റൽ കറൻസിയാണ് കൂടുതൽ നല്ലത്. ഇത് നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞത് നിരന്തരം അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസും ജേർണൽസും വായിച്ചും വാർത്തകൾ കണ്ടുമാണ്. അപ്പോൾ ഈ ഒരു പത്രമാധ്യമങ്ങളിലൂടെ നമ്മുടെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് നമ്മുടെ പെർസെപ്ഷനെ മാറ്റം വരുത്തുന്നു. പുതിയ പെർസെപ്ഷൻസും ഇൻഫോർമേഷൻസും കിട്ടുന്ന സമയത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? Then which of the following can lead to an attitudinal change? താഴെ തന്നിരിക്കുന്നതിൽ ഏത് നൽകിയാലാണ് ഒരാളിൽ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാകുന്നത്? പ്രൊവൈഡിങ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ, അത് ഓക്കെയാണ് അല്ലേ? ഫാക്ച്വൽ ഇൻഫർമേഷൻ നൽകിയാൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ടാകും. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. ഓക്കെ അല്ലേ? അവോയ്ഡിങ് ഇൻട്രാക്ഷൻസ് വിത്ത് പീപ്പിളുമായിട്ട് ഇൻട്രാക്ഷൻസ് നടത്താതിരുന്നാൽ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാവില്ല. ആറ്റിറ്റ്യൂഡ് മാറണമെങ്കിൽ ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിന് സൗകര്യം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ക്ലോസ് മൈൻഡഡ് ബിഹേവിയർ അല്ല, ഓപ്പൺ മൈൻഡഡ് ബിഹേവിയർ ആണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആറ്റിറ്റ്യൂഡ് മാറണമെങ്കിൽ.
ഇഗ്നോറിങ് കോൺട്രാഡിക്ടറി എവിഡൻസ് അല്ല. നമ്മൾ പറഞ്ഞത് എന്താ, അയാളുടെ പ്രൈവറ്റ് ലൈഫിലുള്ള ആറ്റിറ്റ്യൂഡിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പബ്ലിക്കലി അയാൾക്ക് അവസരം കൊടുക്കുക. നമ്മൾ കൗണ്ടർ ആറ്റിറ്റ്യൂഡിൻ്റെ അഡ്വക്കസി എന്ന് പറഞ്ഞ സാധനം, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് കൊടുക്കേണ്ടത് എന്ന് പറയാം. Then which of the following methods helps in changing a negative attitude? ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റാൻ ഏത് മെത്തേഡ് ഉപയോഗിക്കാം? റീഇൻഫോഴ്സിങ് സ്റ്റീരിയോടൈപ്സ് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. റീഇൻഫോഴ്സിങ് സ്റ്റീരിയോടൈപ്സ് എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള പ്രവർത്തനത്തെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്ത് കൊടുത്താൽ, അതിന് തന്നെ വീണ്ടും പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ അവിടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറില്ല. അപ്പോൾ അത് ഉത്തരമല്ല. സീക്കിംഗ് ഗ്രൂപ്പ് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറും അല്ലേ. ആളുകളായിട്ടുള്ള ഇൻട്രാക്ഷന് വേണ്ടി കൂടുതൽ അവസരം കൊടുക്കുക, ആ സമയത്ത് ആറ്റിറ്റ്യൂഡ് മാറും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദെൻ ആറ്റിറ്റ്യൂഡ്സ് ക്യാൻ ബി ഫോംഡ് ത്രൂ. ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇമിറ്റേഷനിലൂടെ നമുക്ക് ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാം കേട്ടോ. ജനറ്റിക് ട്രാൻസ്മിഷനിലൂടെയും ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാറുണ്ട്. പക്ഷേ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ഇമിറ്റേഷനെ വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ പറഞ്ഞത് ഇൻഹെറിറ്റൻ്റ് ആയിട്ട് കിട്ടുമെന്നാണ്, ജനറ്റിക് എന്നുള്ള ഇൻഹെറിറ്റൻ്റ് ആയിട്ട് കിട്ടുകയാണ് എന്നാണ്. അതും ജനറ്റിക്സ് ആയിട്ട് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. എന്നാലും നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് ഇമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് അതിനെ ഉത്തരം കൊടുക്കാം. ദെൻ വാട്ട് ഈസ് ദ ഫോളോയിങ് ഇസ് എ വേ ടു റെഡ്യൂസ് കോഗ്നിറ്റീവ് ഡിസണൻസ്. കോഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടാകുന്ന സമയത്ത് അത് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്വഭാവം കൂടുതൽ കൺസിസ്റ്റൻസി ആയിട്ടുള്ള രീതിയിലുള്ള ബിലീഫിലേക്ക് കൊണ്ടുവരിക അല്ലെ. ആഡിങ് ഓർ ചേഞ്ചിങ് ബിലീഫ്സ് ടു എ ക്രിയേറ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ ബിലീഫിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക. ഒന്നുകിൽ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ ബിലീഫിൽ മാറ്റം വരുത്തുക. ആഡിങ് ഓർ ചേഞ്ചിങ് ബിലീഫ്സ് ടു ക്രിയേറ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ ബിലീഫിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ദെൻ കൗണ്ടർ ആറ്റിറ്റ്യൂഡൽ അഡ്വക്കസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രൈവറ്റ് ആറ്റിറ്റ്യൂഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയുന്നതിനാണ്, പബ്ലിക്കലി പറയുന്നതിനാണ് കൗണ്ടർ ആറ്റിറ്റ്യൂഡൽ അഡ്വക്കസി എന്ന് പറയുന്നത്. സ്റ്റേറ്റിംഗ് ആൻ ഒപ്പീനിയൻ ഓപ്പോസിറ്റ് ടു വൺസ് പ്രൈവറ്റ് ആറ്റിറ്റ്യൂഡ്. ഒരാളുടെ പ്രൈവറ്റ് ആറ്റിറ്റ്യൂഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അഭിപ്രായം പറയുന്നതിനാണ് എന്ത് പറയുന്നത്? കൗണ്ടർ ആറ്റിറ്റ്യൂഡിനൽ അഡ്വക്കസി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? Which of the following statements about attitude is true? താഴെ തന്നിരിക്കുന്നതിൽ ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതോ? They are formed purely by genetic factors. ജനറ്റിക് ഫാക്ടേഴ്സ് മാത്രം കാരണമായിട്ടാണ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത്? അല്ല, തെറ്റാണ് അല്ലേ. ശരിയായിട്ടുള്ളത് ഏതെന്നാണ് നമുക്ക് വേണ്ടത്? They are fixed and cannot be changed എന്ന് പറയുമ്പോൾ തെറ്റാണ്. ഫിക്സഡ് ഒന്നും അല്ല, നമുക്ക് ആറ്റിറ്റ്യൂഡ് മാറ്റാൻ കഴിയും. They are influenced by experiences and environment. നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ പരിസരങ്ങളും ആറ്റിറ്റ്യൂഡിനെ സ്വാധീനിക്കുന്നുണ്ട്. They have no impact on behavior എന്ന് പറയുന്നത് തെറ്റാണ്. ഇമ്പാക്റ്റ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. Then which theory suggests that people observe their own behavior and then adjust their attitude? ആളുകൾ അവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കണം അല്ലേ, എന്നിട്ട് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ സ്വഭാവം മനസ്സിലാക്കി അതനുസരിച്ച് മാറ്റം വരുത്തണം എന്ന് പറയുമ്പോൾ അത് സെൽഫ് പെർസെപ്ഷൻ തിയറിയാണ്. സെൽഫ് പെർസെപ്ഷൻ തിയറി. Then which form of communication is best for changing attitude on a large scale? ലാർജ് സ്കെയിലിൽ ആറ്റിറ്റ്യൂഡ് മാറ്റം വരുത്താൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ലാർജ് സ്കെയിലുള്ള മാറ്റം. അപ്പോൾ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നമ്മൾ കൊടുക്കേണ്ടത് പെർസ്യൂസീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളെല്ലാം അതിൻ്റെ വിക്ടിംസ് ആണ് അല്ലെ. പലതരത്തിലുള്ള ആക്ട്സ് നമ്മുടെ സ്വഭാവത്തെ മാറ്റം വരുത്തിയത് കണ്ടിട്ടില്ലേ? Then what makes an attitude more likely to predict behavior? ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് ബിഹേവിയർ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. അതിനുള്ള കാരണം എന്താ? കാരണം ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടി സ്ട്രോങ് ആണ് അല്ലേ. സ്ട്രോങ് ആണ്, ഡയറക്റ്റ് എക്സ്പീരിയൻസ് കാരണമായിട്ട് വരുന്നതാണ്. ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് ഓൺ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് ഈസ് സ്ട്രോങ്. ആറ്റിറ്റ്യൂഡ് സ്ട്രോങ് ആയതുകൊണ്ടും ഡയറക്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നത് കൊണ്ടും ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. Then which of the following can use attitudinal change? Attitudinal changeന് ഇതിൽ ഏതൊക്കെ ഉപയോഗിക്കാം? ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉപയോഗിക്കാം, പിയർ പ്രഷർ ഉപയോഗിക്കാം, മാസ് മീഡിയ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കാം. സോ ഓൾ ഓഫ് ദി എബവ്, എല്ലാം ഉപയോഗിക്കാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് എ കീ റോൾ ഇൻ ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെന്റ്? ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെന്റിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സാമൂഹിക പരിസരമാണ്. സോഷ്യൽ എൻവയോൺമെന്റ് ആണ് കേട്ടോ, സാമൂഹിക പരിസരമാണ്.
ദെൻ വാട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ലേൺഡ് ആറ്റിറ്റ്യൂഡ്? ലേൺഡ് ആറ്റിറ്റ്യൂഡിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ പാരൻസിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് ആണ് അല്ലേ. എ ചൈൽഡ് അഡോപ്റ്റിംഗ് പൊളിറ്റിക്കൽ ബിലീഫ്സ് ഫ്രം പാരൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ഉദാഹരണം അതാണ്. ഒരു കുട്ടി അവൻ്റെ പാരൻസിൽ നിന്നും രാഷ്ട്രീയ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നു. ദെൻ ആറ്റിറ്റ്യൂഡ്സ് ആർ ഓഫൺ ലിങ്ക്ഡ് ടു. ആറ്റിറ്റ്യൂഡ് നമുക്ക് ഒരു വ്യക്തിയുടെ ബിലീഫും വാല്യൂസുമായിട്ട് എന്ത് ചെയ്യാം, ലിങ്ക് ചെയ്യാം അല്ലെ. അയാളുടെ വാല്യൂ സിസ്റ്റത്തിൽ നിന്നാണ്, സെൻട്രൽ വാല്യൂ സിസ്റ്റത്തിൽ നിന്നാണ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ വിച്ച് ഫാക്ടർ ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്? താഴെ തന്നിരിക്കുന്നതിൽ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചിന് അനിവാര്യമല്ലാത്ത സംഗതി. അനിവാര്യമല്ലാത്ത ഇതിൽ ലക്കാണ്, ബാക്കിയെല്ലാം നമുക്ക് അനിവാര്യമാണ്. കോഗ്നിറ്റീവ് ഡിസണൻസ് ആയാലും പിയർ പ്രഷർ ആയാലും പേഴ്സസീവ് കമ്മ്യൂണിക്കേഷൻ ആയാലും അനിവാര്യമായിട്ടുള്ള സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്ത കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇവിടെ ഒരു അസേർഷൻ കൊടുത്തിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ്സ് ആർ നോട്ട് ഇന്നേറ്റ് ബട്ട് ആർ ഫോം ഓർ ലേൺ. ആറ്റിറ്റ്യൂഡ് ഇന്നേറ്റ് അല്ല, അത് ഫോം ചെയ്ത് വരുന്നതാണ് അല്ലെങ്കിൽ പഠനത്തിലൂടെ വരുന്നതാണ്. അത് കറക്റ്റാണ്, അസേർഷൻ കറക്റ്റാണ്. ദെൻ ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ത്രൂ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് such as family, peer groups and media. നമുക്ക് മീഡിയയിൽ നിന്നും പിയർ ഗ്രൂപ്പിൽ നിന്നും ഫാമിലിയിൽ നിന്നും അടക്കമുള്ള സാമൂഹിക സ്വാധീനത്തിൽ നിന്നാണ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നതും കറക്റ്റാണ്. അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. രണ്ടും കറക്റ്റാണ്. ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഓക്കെ അല്ലേ. ദെൻ അടുത്തതും ഒരു അസേർഷനാണ്. എ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ് അഫക്ട്സ് ദെയർ ബിഹേവിയർ ടുവേർഡ്സ് പീപ്പിൾ, ഒബ്ജക്ട്സ് ആൻഡ് സിറ്റുവേഷൻസ്. ഒരാൾക്ക് ഉള്ള ആറ്റിറ്റ്യൂഡ് അയാൾക്ക് ചില വസ്തുക്കളോടോ ഒബ്ജക്റ്റിനോടോ ചില പേഴ്സൺസിനോടോ സിറ്റുവേഷനോടോ ഉള്ള സ്വഭാവത്തെ സ്വാധീനിക്കും എന്ന് പറയുന്നത് കറക്റ്റാണ്. ദെൻ ആറ്റിറ്റ്യൂഡ്സ് ആർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ കറക്റ്റാണോ? കറക്റ്റ് അല്ല. ആറ്റിറ്റ്യൂഡും ബിലീഫും ഇമോഷൻസ് ഒക്കെ ആയിട്ട് ബന്ധം ഉണ്ട് എന്നാണ്. അപ്പോൾ അസേർഷൻ കറക്റ്റാണ്, പക്ഷേ റീസണിങ് കറക്റ്റ് അല്ല, അത് തെറ്റിപ്പോയിട്ടുണ്ടോ? Then a positive attitude helps individuals focus on accomplishments rather than failures. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ പരാജയങ്ങളെ അല്ല നേട്ടങ്ങളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കറക്റ്റാണ്. Then a negative attitude enhance motivation and promote success in life എന്ന് പറയുമ്പോൾ ശരിയാണോ? ശരിയല്ല. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്ന സമയത്ത് മോട്ടിവേഷനോ വിജയമോ ഉണ്ടാവുകയില്ല. അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അസേർഷൻ കറക്റ്റാണ്, റീസണിങ് തെറ്റാണ്. അപ്പോൾ എ കറക്റ്റാണ്, റീസണിങ് തെറ്റാണ്. ദെൻ അടുത്ത ചോദ്യം, ദ അൺകോൺഷ്യസ് മൈൻഡ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യിപ്പിക്കുന്നതിൽ അൺകോൺഷ്യസ് മൈൻഡിന് റോളുണ്ടോ എന്ന് ചോദിച്ചാൽ റോളുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു അൺകോൺഷ്യസ് മോട്ടീവിന് റോളുണ്ടെന്ന് പറഞ്ഞല്ലോ. സോ റോളുണ്ട് എന്നുള്ളത് കറക്റ്റാണ്. ദെൻ ആറ്റിറ്റ്യൂഡ്സ് ആർ സോൾലി ബേസ്ഡ് ഓൺ ലോജിക്കൽ റീസണിങ് ആൻഡ് കോൺഷ്യസ് തോട്ട് എന്ന് പറയുമ്പോൾ തെറ്റാണ്. കാരണം അസെൻഷ്യലിൽ തന്നെ പറഞ്ഞത് അൺകോൺഷ്യസ് മൈൻഡിന് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്താനുള്ള റോള് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എ കറക്റ്റാണ്, 6 തെറ്റാണ്. ദെൻ ആറ്റിറ്റ്യൂഡ്സ് ആർ റിലേറ്റഡ് ടു ആൻ ഇൻഡിവിജ്വൽസ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. ഒരു മനുഷ്യൻ്റെ നമ്മുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും അനുസരിച്ചാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരുന്നത് എന്ന് പറയുന്നത് കറക്റ്റാണ്. ദെൻ അതിൻ്റെ റീസണിലേക്ക് വരുമ്പോൾ ആറ്റിറ്റ്യൂഡ്സ് ആർ പെർമനൻറ്റ്. ആറ്റിറ്റ്യൂഡ് പെർമനൻ്റ് ആണോ? അല്ല, അത് ലെസ് ഓർ മോർ ലാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പെർമനൻ്റ് അല്ല, മാറ്റം വരും. അപ്പോൾ അസേർഷൻ കറക്റ്റാണ്, റീസണിങ് കറക്റ്റ് അല്ല. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് ദ റോൾ ഓഫ് ഫാമിലി ഇൻ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ? ആറ്റിറ്റ്യൂഡ് ഫോർമേഷനിൽ കുടുംബത്തിൻ്റെ പങ്കുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഫാമിലി ഈസ് ദ ഫസ്റ്റ് പ്ലേസ് വെയർ ആറ്റിറ്റ്യൂഡ്സ് ആർ ഫോംഡ്. ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യിപ്പിക്കുന്നതിൽ 1ാം സ്ഥാനം കുടുംബത്തിനാണ്. അത് ശരിയാണ്. അപ്പോൾ 1 ശരിയാണ്. അപ്പോൾ 1 ഇല്ലാത്തത് നമുക്ക് വെട്ടാം, ഓപ്ഷൻ ബി വെട്ടാം. ദെൻ പാരൻസ് ഇൻഫ്ലുവൻസ് ആറ്റിറ്റ്യൂഡ്സ് ബൈ കോൺഫ്ലിക്റ്റിംഗ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്. പ്രതിഫലവും ശിക്ഷയും നൽകിക്കൊണ്ടാണ് പാരൻസ് തമ്മിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നത്. 2 ശരിയാണ്. 2 ശരിയാണ്. അപ്പോൾ 2 ഇല്ലാത്തത് നമുക്ക് വെട്ടാം. 2 ശരിയാണല്ലോ, അപ്പോൾ 2 ഇല്ലാത്തത് വെട്ടാം. ഉത്തരമായി ഓപ്ഷൻ എ ആണ് ഉത്തരം. ദെൻ ഫാമിലി ഹാസ് നോ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. ഫാമിലി ഇൻഫ്ലുവൻസ് ഓൺ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ഈ സ്ട്രോങ്ങർ ഇൻ ഏർലി ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്തിലാണ് ഫാമിലി നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് പിയർ ഗ്രൂപ്പ്സ് ഓൺ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആർ കറക്റ്റ്?
പിയർ ഗ്രൂപ്പ് നമ്മുടെ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഇത് ഒരു യങ് കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ യൂത്ത് കാലഘട്ടത്തിലാണ്. പിയർ ഫോർമേഷൻസ് പ്ലേ ആൻ എസെൻഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ആറ്റിറ്റ്യൂഡ്സ് എസ്പെഷ്യലി ഇൻ യൂത്ത്. യൂത്തിലാണ് ഉണ്ടാകുന്നത്. കറക്റ്റാണ്. അപ്പോൾ ഒന്ന് കറക്റ്റാണ്. അപ്പോൾ ഒന്നില്ലാത്തത് നമുക്ക് വെട്ടാം. ബിയിൽ ഒന്നില്ല, അതുകൊണ്ട് അത് വെട്ടാം. ആറ്റിറ്റ്യൂഡ്സ് ഫോംഡ് ത്രൂ പിയർ ഇൻഫ്ലുവൻസ് ആർ ഓഫൻ സ്ട്രോങ്ങർ ദാൻ ദോസ് ഫോംഡ് ത്രൂ ഫാമിലി. അപ്പോൾ പിയർ ഇൻഫ്ലുവൻസ്, ആറ്റിറ്റ്യൂഡ്സ് ഫോംഡ് ത്രൂ പിയർ ഇൻഫ്ലുവൻസ് ആർ ഓഫൻ സ്ട്രോങ്ങർ ദാൻ, നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ചില സാഹചര്യങ്ങളിൽ പിയർ ഇൻഫ്ലുവൻസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കൂടുതൽ സ്ട്രോങ് എന്ന് പറയുന്നത് ശരിയാണ് അല്ലേ? ശരിയാണോ? ദെൻ പിയർ ഗ്രൂപ്പ്സ് ഇൻഫ്ലുവൻസ് ആറ്റിറ്റ്യൂഡ്സ് ഓൺലി ഇൻ അഡൽട്ട്ഹുഡ്. അഡൽട്ട്ഹുഡിൽ മാത്രമല്ല പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ്, എല്ലാ കാലങ്ങളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് അഡൽട്ട്ഹുഡിൽ കൂടുതൽ സ്ട്രോങ്ങർ ആണ് എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 3 തെറ്റാണ്. അപ്പോൾ 3 തെറ്റാണ്. 2 ശരിയാണ് അല്ലേ? 2 ശരിയാണ്. അപ്പോൾ 2 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സി വെട്ടാം. ദെൻ 3 തെറ്റാണ്. 3 തെറ്റാണ്. അപ്പോൾ 3 ഉള്ളത് കൊണ്ട് നമുക്ക് ഡി വെട്ടാം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഗ്രൂപ്പ് അഫിലിയേഷൻസ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് റീഇൻഫോഴ്സ് ഓർ ചേഞ്ച് ദെയർ ആറ്റിറ്റ്യൂഡ്സ്. നമുക്കൊരു ഗ്രൂപ്പിനോട് താല്പര്യം തോന്നുന്ന സമയത്ത് അത് കാരണമായി നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരുന്നു. അത് ശരിയാണ്. ദെൻ അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ റോൾ ഓഫ് മീഡിയ ഇൻ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ. ആറ്റിറ്റ്യൂഡിനൽ ഫോർമേഷന് മീഡിയയുടെ സ്വാധീനം ഏതാണ് എന്നതുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ് ആൻഡ് മൂവീസ് ഹെൽപ്പ് ഷേപ്പ് ആറ്റിറ്റ്യൂഡ് ഓവർ ടൈം. ശരിയല്ലേ? ന്യൂസ് പേപ്പറും ബുക്സും മൂവീസും എല്ലാം ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ 1 ഇല്ലാത്തത് നമുക്ക് വെട്ടാം. ഓപ്ഷൻ ബി വെട്ടാം. മാസ് മീഡിയ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് പീപ്പിൾസ് ഒപ്പീനിയൻസ് ആൻഡ് ബിലീഫ്സ്. മാസ് മീഡിയയിലൂടെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ അഭിപ്രായങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വിവരങ്ങൾ നൽകുന്നു. 2 ശരിയാണ്. 2 ശരിയാണ്. അപ്പോൾ 2 ഇല്ലാത്തത് നമുക്ക് വെട്ടാം. ഇവിടെയും 2 ഇല്ല, ഇവിടെയും 2 ഇല്ല. അപ്പോൾ ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. ആറ്റിറ്റ്യൂഡ് ഫോംഡ് ത്രൂ മീഡിയ എക്സ്പോഷർ ആർ ഓൾവേസ് പോസിറ്റീവ്. മീഡിയ എക്സ്പോഷറിൽ വരുന്ന ആറ്റിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല, നെഗറ്റീവ് ആകാറുണ്ട് അല്ലേ? മിക്കവാറും നെഗറ്റീവ് ആണ് ആകുന്നത്. സോ 3 തെറ്റാണ്. സോഷ്യൽ മീഡിയ ഹാസ് ബിക്കം എ മേജർ ഫാക്ടേഴ്സ് ഇൻ ഇൻഫ്ലുവൻസിങ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ മോഡേൺ സൊസൈറ്റി. ഇന്ന് ആധുനിക സമൂഹത്തിൽ സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു മീഡിയ. അതും ശരിയാണ്. ദെൻ അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ എഫക്ട്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഓൺ ബിഹേവിയർ. ആറ്റിറ്റ്യൂഡ് നമ്മുടെ സ്വഭാവത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന. സോ ആറ്റിറ്റ്യൂഡ്സ് ഡു നോട്ട് ഇൻഫ്ലുവൻസ് ആൻ ഇൻഡിവിജ്വൽ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ആറ്റിറ്റ്യൂഡ് നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ 1 തെറ്റാണ്. നമുക്ക് തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. അപ്പോൾ 1 ഇല്ലാത്തത് വെട്ടാം. ആറ്റിറ്റ്യൂഡ്സ് ഗൈഡ് ബിഹേവിയർ ഇൻ സോഷ്യൽ സിറ്റുവേഷനിൽ ആറ്റിറ്റ്യൂഡ് നമ്മുടെ സ്വഭാവത്തെ നയിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ 2 ശരിയാണ്. അപ്പോൾ 2 ഉള്ളത് കൊണ്ട് ഇത് വെട്ടാം. നമുക്ക് 2 വേണ്ട. അപ്പോൾ 1 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത് അല്ലേ? ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ബാക്കി കൂടി നമുക്ക് നോക്കാം. ആറ്റിറ്റ്യൂഡ്സ് കോൺട്രിബ്യൂട്ട് ടു കൺസിസ്റ്റൻസി ഇൻ എ പേഴ്സൺസ് ബിഹേവിയർ. ആറ്റിറ്റ്യൂഡ് കാരണമായിട്ട് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ. Then attitudes help in predicting future behavior when they are stronger and consistent. ആറ്റിറ്റ്യൂഡ് കൺസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അത് കാരണമായിട്ട് അയാളുടെ സ്വഭാവത്തെ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതും ശരിയാണ്. 4 ശരിയാണ്. 4-മത്തതും ശരിയാണ് കേട്ടോ. 4-മത്തതും ശരിയാണ്. തെറ്റായിട്ടുള്ളത് 1-മത്തത് മാത്രമാണ്. ദെൻ അടുത്ത ചോദ്യം, which of the following statements is incorrect? തെറ്റായിട്ടുള്ളത് ഏത് റിഗാർഡിംഗ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പേഴ്സണാലിറ്റി. ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ളത് ഏത്? ആറ്റിറ്റ്യൂഡ്സ് ആർ അവർ എക്സ്പ്രഷൻസ് ഓഫ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ടുവേർഡ്സ് പീപ്പിൾ ആൻഡ് ഒബ്ജക്റ്റ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചില വസ്തുക്കളോടും ചില വ്യക്തികളോടുമുള്ള നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രകടനങ്ങളാണ് എന്നത് ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ 1 ശരിയാണ്. അപ്പോൾ 1 തെറ്റാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വെട്ടണം. Then an individual's entire personality is completely independent of their attitude. ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും അത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് അല്ല, പരസ്പര ബന്ധിതമാണ്. അപ്പം 2 തെറ്റാണ്. അപ്പം 2 ഇല്ലാത്തത് വെട്ടണം. Then attitudes are related to a central value system that influence behavior. ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഒരു സെൻട്രൽ വാല്യൂ സിസ്റ്റമായിട്ട് ആറ്റിറ്റ്യൂഡിന് ബന്ധമുണ്ട്.
ബന്ധമുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 3 ശരിയാണ്. ദെൻ ആറ്റിറ്റ്യൂഡ്സ് ക്യാൻ ഷേപ്പ് ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ ബിഹേവിയർ. അതും ശരിയാണ്. നോർമലിനെയും അബ്നോർമൽ ബിഹേവിയറിനെയും ആറ്റിറ്റ്യൂഡ് സ്വാധീനിക്കുന്നു. സോ നമുക്ക് ഉത്തരം ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ഡിയർ ഫ്രണ്ട്സ്, ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രൊഫഷനുമായ എങ്ങനെ ഇതിനെ കൂട്ടിച്ചേർക്കാം എന്നുള്ളത് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇത് നന്നായിട്ട് പഠിക്കുക, പോസിറ്റീവായിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ഫോം ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.